ഫോറൻസിക് സയൻസ് എന്ന വിഷയത്തെക്കുറിച്ച് ഒരു സാമാന്യ ധാരണയൊക്കെ ഉണ്ട് എന്നാണ് നമ്മളിൽ പലരുടെയും വിചാരം. ഫോറൻസിക് സിനിമയും CSI ഡെക്സ്റ്റർ സീരീസുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. എത്ര കുറ്റാന്വേഷണ നോവലുകൾ നമ്മൾ വായിച്ചു തള്ളിയിട്ടുണ്ട് എന്നതിന് കയ്യും കണക്കുമില്ല. അതിലെല്ലാം മുടങ്ങാതെ പ്രത്യക്ഷപ്പെടുന്ന ഫോറൻസിക് ടീം സീൻ ഓഫ് ക്രൈമിലും ലബോറട്ടറിയിലും സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ പലതും നമുക്ക് മനഃപ്പാഠമാണ്. ഏറ്റവും ഒടുവിലായി പുറത്തിറങ്ങിയ രാ തക്കേലി ഹെ എന്ന നവാസുദ്ദീൻ സിദ്ദിഖി സിനിമയിൽ രേവതി ചെയ്ത ഡോക്ടർ റോസി പണിക്കർ എന്ന ഫോറൻസിക് എക്സ്പെർട്ടിന്റെ കഥാപാത്രവും നമ്മളെ ആവേശം കൊള്ളിക്കുന്ന നിരവധി മുഹൂർത്തങ്ങൾ സമ്മാനിക്കുന്ന ഒന്നാണ്. നമ്മൾ കണ്ടുപരിചയിച്ച കഥകളിലെല്ലാം ക്രൈം സീനിൽ നിന്ന് കിട്ടുന്ന ഒരു മുടിയിഴയോ ഒരു രക്തക്കറയോ ഒരു വിരലടയാളമോ ഒക്കെ ധാരാളമാണ് 1.5 മണിക്കൂറിനുള്ളിൽ ഏത് പ്രമാദമായ കുറ്റകൃത്യത്തിന്റെയും ചുരുളഴിയാൻ. എന്നാൽ ഫോറൻസിക് സയൻസ് എന്ന ശാസ്ത്രശാഖയുടെ യഥാർത്ഥ ലോകം സിൽവർ സ്ക്രീനിലെ രോമാഞ്ചജനകമായ രംഗങ്ങളിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തമാണ്. അവിടെ ഉദ്വേഗജനകമായ ചടുലതയ്ക്ക് പകരമുള്ളത് ഏറെ ജടിലമായ മണിക്കൂറുകളോളം ഏകാഗ്രമായി ചെലവിട്ട് തീർക്കേണ്ടുന്ന അതിസങ്കീർണമായ പ്രോസസ്സുകളാണ്. ഒരു ഫോറൻസിക് സയന്റിസ്റ്റിന് വേണ്ടത് ഹൈടെക് ഗാഡ്ജറ്റുകൾ ഉപയോഗിക്കാനുള്ള സിദ്ധി മാത്രമല്ല, അദൃശ്യമായ തെളിവുകൾ കണ്ടെത്താനും കണ്ടെത്തിയ തെളിവുകൾ ചേർത്ത് വെച്ച് വിശകലനം ചെയ്യാനും ആ വിശകലനങ്ങളിൽ നിന്ന് അനുമാനങ്ങളിലേക്ക് എത്തിച്ചേരാനും ഒക്കെയുള്ള കഴിവാണ്. ഫോറൻസിക് സയൻസിന്റെ വിവിധ ഉപശാഖകളെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാനും അതിലെ പ്രക്രിയകളെക്കുറിച്ച് ഒരു സാമാന്യ ജ്ഞാനമെങ്കിലും ഉണ്ടാക്കാനും സാധിച്ചാൽ ഇവിടെ നടക്കുന്ന പല കേസന്വേഷണങ്ങളുടെയും ചുരുൾ നമുക്ക് മുന്നിൽ പതിയെ അഴിഞ്ഞു തുടങ്ങും. ഈ ലക്കം വല്ലാത്തൊരു കഥയിൽ നമ്മൾ ഇറങ്ങിച്ചെല്ലാൻ പോകുന്നതും ഫോറൻസിക് സയൻസ് എന്ന ആ മഹാസമുദ്രത്തിനുള്ളിലേക്കാണ്. തെളിവൊന്നും അവശേഷിപ്പിക്കാതെ നടത്തിയ പെർഫെക്റ്റ് ക്രൈമുകളിൽ കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ എത്തിക്കാനും നീതി നിർവഹണ സംവിധാനങ്ങളെല്ലാം ഒത്തൊരുമിച്ച് ഗൂഢാലോചന നടത്തുമ്പോൾ ചെയ്യാത്ത കുറ്റത്തിന് പ്രതിയേർക്കപ്പെടുന്ന നിരപരാധികളെ രക്ഷിക്കാനും ഫോറൻസിക് സയൻസ് എന്ന ശാസ്ത്രശാഖ ചരിത്രത്തിൽ ഇന്നുവരെ നടത്തിയിട്ടുള്ള എണ്ണമറ്റ ഇടപെടലുകളുടെ കഥ. ഉടലളവുകളിൽ നിന്ന് തുടങ്ങി വിരലടയാളത്തിലൂടെ വളർന്ന് ഒടുവിൽ മായ്ച്ചാലും മായാത്ത ജനിതക സാക്ഷ്യങ്ങളിൽ എത്തി നിൽക്കുന്ന ഫോറൻസിക് സയൻസ് അനുദിനം നടത്തുന്ന അതിശയകരമായ മുന്നേറ്റങ്ങളുടെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. ഫോറൻസിക് സയൻസിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ഡോക്യുമെന്റ് ചെയ്യപ്പെടുന്നത് ഇന്നേക്ക് 2 സഹസ്രാബ്ദത്തിലധികം കാലം മുമ്പ് പുരാതന റോമ സാമ്രാജ്യത്തിലാണ്. BC 44 ആണ്ടിൽ ഐഡ്സ് ഓഫ് മാർച്ച് എന്നറിയപ്പെടുന്ന മാർച്ച് 15-ാം തീയതി റോമൻ രാഷ്ട്രതന്ത്രജ്ഞനും ഭരണകർത്താവും യുദ്ധതന്ത്രജ്ഞനുമായ സാക്ഷാൽ ജൂലിയസ് സീസർ പോംപിയിലെ തിയേറ്ററിനകത്തു വെച്ച് റോമ സാമ്രാജ്യത്തിലെ തന്നെ ഒരു സംഘം സെനറ്റർമാരുടെ ഗൂഢാലോചനയിൽ കൊല ചെയ്യപ്പെടുന്നു. സീസറെ വധിക്കാൻ പദ്ധതിയിട്ടവരിൽ പ്രധാനി മാർക്കസ് ബ്രൂട്ടസ് സീസറുടെ തന്നെ അടുത്ത അനുയായിയായിരുന്നു. ബ്രൂട്ടസിന്റെ സഹോദരി ഭർത്താവ് കാഷ്യസ് ലോഞ്ചിനസും മറ്റ് 60 സെനറ്റർമാരും അന്ന് ആ ഗൂഢാലോചനയിൽ പങ്കാളികളായി. ഈ രംഗം പിന്നീട് ഷേക്സ്പിയറിന്റെ വിഖ്യാതമായ ജൂലിയസ് സീസർ നാടകത്തിന്റെ 3-ാം അംഗം 1-ാം രംഗത്തിലെ യു ടു ബ്രൂട്ടസ് എന്ന ഡയലോഗോടുകൂടി ജനഹൃദയങ്ങളിൽ കൊടിയ വഞ്ചനയുടെ പ്രതീകമെന്നോണം ഇടം പിടിക്കുകയും ചെയ്തു. അതൊരു സാഹിത്യ സൃഷ്ടിയിലെ ഫിക്ഷണൽ സീൻ ആയിരുന്നോ അതോ ചരിത്ര വസ്തുത ആയിരുന്നോ എന്നത് വേറെ കാര്യം. എന്തായാലും കൊല നടന്ന ശേഷം സീസറിന്റെ മൃതദേഹം പോംപി തിയേറ്ററിന്റെ അങ്കണത്തിൽ കുറേനേരം കൂടി ആരാലും പരിഗണിക്കപ്പെടാതെ അനാഥമായിട്ട് കിടന്നു. ശേഷം സീസറുടെ ഭവനത്തിലേക്ക് 3 അടിമകൾ തലച്ചുമടായിട്ട് കൊണ്ടുവരുന്ന ആ മൃതദേഹം ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു പ്രോസസ്സിന് വിധേയമായി. അന്ന് റോമിൽ അറിയപ്പെടുന്ന ഒരു ബിഷഗറുണ്ടായിരുന്നു, പേര് ആന്റിസ്റ്റിയസ്. അദ്ദേഹമാണ് അന്നത് ചെയ്തത്. റോമ സാമ്രാജ്യത്തിലെ സർവശക്തനെന്ന് അന്നോളം അറിയപ്പെട്ടിരുന്ന ജൂലിയസ് സീസർ ആന്റിസ്റ്റിയസിന് മുന്നിൽ ചേതനയേറ്റ് കിടക്കുകയാണ്. ആ മൃതദേഹം അന്തിമ സംസ്കാര ക്രിയകൾക്ക് വിട്ടുകൊടുക്കും മുമ്പ് ആന്റിസ്റ്റിയസ് അതിന്റെ മേൽ ഏറെ വിശദമായിട്ടുള്ള ചില പ്രേത പരിശോധനകൾ നടത്തുന്നു. റോമൻ ചരിത്രകാരനായ സൂട്ടോണിയസ് ഈ പരിശോധനയെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ പറയുന്നത് അന്ന് ആന്റിസ്റ്റിയസ് സീസറിന്റെ ദേഹത്തേറ്റ മുറിവുകൾ ഓരോന്നും വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചു എന്നാണ്. സീസറുടെ മൃതദേഹത്തിൽ ആകെ 23 കുത്തുകൾ ഉണ്ടായിരുന്നു. അതിൽ പലതും മാരകമായിരുന്നില്ല എങ്കിലും കാഷ്യസ് ലോഞ്ചിനസിൽ നിന്ന് ഇടത്തെ ഷോൾഡർ ബ്ലേഡിനോട് ചേർന്ന് മാറിടത്തിൽ ആഴത്തിലേറ്റ ഒരു കുത്ത്, അതായിരുന്നു മരണകാരണമായിട്ടുള്ള മുറിവ് അഥവാ ഡെത്ത് വൂണ്ട്. ഈ കുത്ത് സീസറിന്റെ ശരീരത്തിലെ മർമ്മപ്രധാനമായിട്ടുള്ള ഏതോ ഒരു ഭാഗത്തിന്, മിക്കവാറും ഹൃദയം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആർട്ടറിക്ക് ക്ഷതമേൽപ്പിച്ചു. അതിനെ തുടർന്നുണ്ടായ അമിത രക്തസ്രാവമാണ് ആന്റിസ്റ്റിയസ് ജൂലിയസ് സീസറിന്റെ മരണകാരണമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെ വിശദമായിട്ടുള്ള പ്രേതപരിശോധനകൾ നടത്തുക വഴി ആന്റിസ്റ്റിയസ് നിർവഹിച്ചത് ഒരു ചരിത്ര ദൗത്യം തന്നെയായിരുന്നു. അതായിരുന്നു ചരിത്രത്തിൽ ഔദ്യോഗികമായിട്ട് രേഖപ്പെടുത്തപ്പെട്ട ആദ്യത്തെ മെഡിക്കോ ലീഗൽ ഫോറൻസിക് ഓട്ടോപ്സി. തന്റെ കണ്ടെത്തലുകളെ അധികം പരസ്യമായി റോമൻ ഫോറത്തിൽ അവതരിപ്പിച്ചു. ഫോറത്തിന് മുന്നിൽ എന്നർത്ഥം വരുന്ന ലാറ്റിൻ പദമായിട്ടുള്ള ഫോറൻസിസ് എന്ന വാക്കിൽ നിന്നാണ് ഫോറൻസിക് എന്ന ഇംഗ്ലീഷ് പദം തന്നെ പിന്നീട് ഡിറൈവ് ചെയ്യപ്പെടുന്നത്.
ആൻറ്റിസ്റ്റിയസ് നടത്തിയ പഠനങ്ങൾ സീസറുടെ ദേഹത്തേറ്റ മറ്റു പല മുറിവുകളിൽ നിന്ന് അദ്ദേഹത്തിന്റെ മരണകാരണമായിട്ടുള്ള ഒരൊറ്റ മുറിവിനെ വേർതിരിച്ച് കണ്ടെത്തി. ഇങ്ങനെ അദ്ദേഹം ജൂലിയസ് സീസർ എന്ന ഭരണാധികാരിയുടെ മരണകാരണം കണ്ടെത്താൻ വേണ്ടി നടത്തിയ പ്രേത പരിശോധനയാണ് അസ്വാഭാവിക മരണങ്ങളിൽ മൃതദേഹത്തെ ലബോറട്ടറിയിൽ എത്തിച്ച് മരണകാരണം അറിയാൻ വേണ്ടി വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തുന്ന, പിൽക്കാലത്ത് പല പ്രമാദമായ കേസന്വേഷണങ്ങളുടെയും അനിവാര്യ ഘടകമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം ചെയ്യുക എന്ന പതിവ് ആരംഭിക്കാൻ കാരണമാവുന്നത്. പ്രേതപരിശോധനയെക്കുറിച്ചുള്ള ആദ്യകാല ഗ്രന്ഥങ്ങളിലൊന്ന് ചൈനീസ് ഫോറൻസിക് വിദഗ്ധനും ജഡ്ജുമായ സോങ് ഷി എഴുതിയ ഷി യുവാൻ ല്യൂ ആണ്. ഷി യുവാൻ ല്യൂ എന്ന ചൈനീസ് പ്രയോഗത്തിൻ്റെ അർത്ഥം പാപങ്ങളെ കഴുകിക്കളയുക എന്നാണ്. ഒരു ക്രൈം സീനിൽ നിന്ന് എന്തെന്തൊക്കെയാണ് കണ്ടെടുക്കേണ്ടത്, ഓട്ടോപ്സി എന്ന ജഡത്തിൽ എന്തൊക്കെയാണ് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത് എന്നതൊക്കെ ഈ പുസ്തകത്തിൽ വിശദമായി പരാമർശിക്കുന്നുണ്ട്. മുറിവുകളെ വിലയിരുത്തുന്ന രീതി, മൃതദേഹങ്ങളെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കേണ്ട വിധം, സീൻ ഓഫ് ക്രൈമിൽ നടന്നു എന്ന് കരുതപ്പെടുന്ന സംഭവങ്ങളുടെ പുനരാവിഷ്കാരം എന്നിങ്ങനെ പലതും ഷി യുവാൻ ല്യൂ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഫോറൻസിക് സയൻസിന്റെ വിവിധ ഉപവിഭാഗങ്ങളെന്ന് ഇന്ന് നമ്മൾ പറയുന്ന പലതും കൃത്യമായി സോങ്സി തന്റെ പുസ്തകത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇവയിൽ പല ടെക്നിക്കുകളും ഏതാണ്ട് അതേപടി തന്നെ ഈ അടുത്ത കാലം വരെയും ചൈനീസ് സംവിധാനങ്ങൾ ഉപയോഗിച്ചിരുന്നുവെന്നും പറയപ്പെടുന്നു. ഷി യുവാൻ ല്യൂവിന്റെ പ്രധാന സംഭാവന ഫോറൻസിക് എൻറ്റിമോളജി എന്ന ശാഖയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങളാണ്. ഏതെങ്കിലും ഒരു അജ്ഞാത ജഡം മരിച്ച ദിവസങ്ങൾക്ക് ശേഷം കണ്ടെടുക്കപ്പെടുമ്പോൾ ഒരു ഫോറൻസിക് എക്സാമിനർക്ക് ആ ജഡത്തിൽ നിന്ന് കണ്ടുകിട്ടിയ കീടങ്ങൾ ഏതൊക്കെ എന്നത് വെച്ച്, അതായത് ആ കീടങ്ങൾക്ക് എന്തുമാത്രം വളർച്ചയെത്തി എന്നതൊക്കെ അനുസരിച്ച് ഈ ബോഡിയിൽ കണ്ട ഫ്ലൈസിനെയും ലാർവയെയും മാഗറ്റ്സിനെയും ഒക്കെ വിശദമായി പരിശോധിച്ചുകൊണ്ട് ആ മരണത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഫോറൻസിക് എൻറ്റിമോളജി നൽകിയിരുന്നു. ഇങ്ങനെ കിട്ടുന്ന വിവരങ്ങളുടെ സഹായത്തോടെ എളുപ്പത്തിൽ ഒരു പോസ്റ്റ് എടുത്ത് ടൈം ലൈൻ സൃഷ്ടിച്ചെടുക്കാൻ അന്ന് അവർക്ക് സാധിച്ചിരുന്നു. ഇതേ പുസ്തകത്തിൽ സോങ്സി റോഡരികിൽ കുത്തേറ്റ് മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയ ഒരു യുവാവിന്റെ കേസ് പരാമർശിക്കുന്നുണ്ട്. അന്ന് ആ ഓട്ടോപ്സി ചെയ്ത കൊറോണർ കൊല്ലാൻ ഉപയോഗിച്ച ആയുധം അരിവാളാണ് എന്ന് സ്ഥിരീകരിച്ചിരുന്നു. ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധം തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രം അത് പ്രയോഗിച്ച ആളെ കണ്ടെത്താനായില്ല. എന്നാൽ അതേസമയം ഈ യുവാവിന്റെ ദേഹത്തു നിന്ന് വിലപിടിപ്പുള്ള വസ്തുക്കളൊന്നും തന്നെ നഷ്ടമായിട്ടുമില്ല. അപ്പോൾ ആക്രമണോദ്ദേശം കൊള്ളയല്ല എന്ന് മനസ്സിലായി. ചെയ്യാനാണെങ്കിൽ ശത്രുക്കൾ ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് കൊല്ലപ്പെട്ടയാളുടെ ഭാര്യയുടെ മൊഴി. അന്വേഷണം ഇങ്ങനെ പുരോഗമിക്കെ അടുത്തിടെ വാങ്ങിച്ച കടം തിരിച്ചടയ്ക്കാത്തതിന്റെ പേരിൽ ഈ യുവാവും മറ്റൊരാളുമായിട്ട് കലഹം നടന്നിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാവുന്നു. എന്നാൽ രാജകിങ്കരന്മാർ ചോദ്യം ചെയ്തപ്പോൾ പണം കടം കൊടുത്തയാൾ അങ്ങനെ ഒരു കാര്യമേ താൻ പ്രവർത്തിച്ചിട്ടില്ല എന്ന് കണ്ണും പൂട്ടി നിഷേധിക്കുന്നു. ഈ കേസിൽ പിന്നീട് കൊറോണർ ചെയ്യുന്നത് ഈ പ്രൈം സസ്പെക്ട് അടക്കമുള്ള പ്രദേശത്തെ ഏതാണ്ട് 70ഓളം കർഷക തൊഴിലാളികളെ അവരവരുടെ അരിവാളുകൾ കയ്യിലെന്തി ഒരു വരിയിൽ ഇങ്ങനെ നിർത്തുകയാണ്. നിമിഷങ്ങൾക്കുള്ളിൽ അവിടെ ഒരു അത്ഭുതം നടക്കുന്നു. ഈ കടം കൊടുത്തു എന്ന് പറയപ്പെടുന്ന യുവാവിന്റെ അരിവാളിന്റെ പരിസരത്ത് ഒരു ഈച്ച വട്ടമിട്ട് പറക്കുന്നത് കിങ്കരന്മാരുടെ ശ്രദ്ധയിൽപ്പെടുന്നു. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനാവാത്തത്ര ചെറിയ മൈക്രോ സ്റ്റെയിൻസ് അയാളുടെ അരിവാൾ തുമ്പിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും. അതും തേടി കൂടുതൽ ഈച്ചകൾ ആ അരിവാൾ തലമേൽ വന്നിരുന്നതോടെ കുറ്റം ഏറ്റുപറയുകയല്ലാതെ അയാൾക്ക് വേറെ മാർഗമില്ലായിരുന്നു. കിഴക്കൻ ദിക്കിലെ പല രാജ്യങ്ങളിലും മൃതദേഹങ്ങളിൽ നിന്ന് കണ്ടെടുത്തിരുന്ന കീടങ്ങളുടെ ലൈഫ് സൈക്കിളുകൾ ഡീകോഡ് ചെയ്തുകൊണ്ട് കൊലപാതക കേസുകൾ സോൾവ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോഴും യൂറോപ്പ് ഫോറൻസിക് ആംഗിളിൽ ഇരുട്ടിൽ തപ്പുക തന്നെയായിരുന്നു. കോടതിക്കാന്ന് വേണ്ടിയിരുന്നത് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളൊന്നും അല്ലായിരുന്നു. ജനങ്ങൾക്ക് തങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി പലപ്പോഴും അഗ്നിപരീക്ഷണങ്ങൾക്ക് വിധേയമാകേണ്ടി വന്നിരുന്നു. നിരപരാധിയായിട്ടുള്ള ഒരാൾ വെള്ളത്തിൽ കൈമുക്കിയാലോ അല്ലെങ്കിൽ ചുട്ടുപഴുത്ത ലോഹത്തെ കെട്ടിപ്പിടിച്ചാലോ അയാൾക്ക് അതുകൊണ്ടുണ്ടാകുന്ന ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ദൈവം ഇടപെട്ടോളും എന്നൊക്കെ കരുതിയിരുന്ന ബോഷ്കന്മാർ നാട് ഭരിച്ചിരുന്ന കാലമാണ്. അന്ധവിശ്വാസങ്ങളുടെ അന്ധകാരത്തിൽ പൊടുന്ന യൂറോപ്പിൽ മാറ്റത്തിന്റെ കാറ്റും വെളിച്ചവും കടക്കാൻ തുടങ്ങുന്നത് റിനൈസൻസ് അഥവാ നവോത്ഥാനത്തിന്റെ വരവോടെയാണ്. അതിന് തുടക്കം കുറിച്ചുള്ള ഒരാളായിരുന്നു അംബ്രാസ് പെറെ. അന്നത്തെ ഫ്രാൻസിലെ അറിയപ്പെടുന്ന ബാർബർ സർജന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. യുദ്ധരംഗത്തായിരുന്നു അദ്ദേഹത്തിന്റെ സേവനങ്ങളിൽ അധികവും. പരിക്കേറ്റവരെ ചികിത്സിച്ച് ഭേദപ്പെടുത്തുക മാത്രമല്ല അദ്ദേഹം ചെയ്തത്, യുദ്ധത്തിനിടെ പല വിധത്തിൽ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ പരിശോധനയ്ക്ക് എത്തുമായിരുന്നു. ഇവയുടെ മരണകാരണങ്ങൾ കത്തി കൊണ്ടുള്ള കുത്ത്, വാളുകൊണ്ടുള്ള വെട്ട്, വെടി, കഴുവേറ്റം, വിഷപ്രയോഗം, അമ്പേറ്റുള്ള മുറിവ്, അങ്ങനെ എന്തുമാകാമായിരുന്നു. ഇങ്ങനെ ഏൽക്കുന്ന ഓരോ പരിക്കും പുറമേക്ക് സൃഷ്ടിക്കുന്ന മുറിവുകൾക്ക് പുറമെ ഉള്ളിലേക്ക് ആന്തരിക അവയവങ്ങൾക്ക് ഏൽപ്പിക്കുന്ന മുറിവുകൾ എന്തൊക്കെയാണ് എന്ന്, അതായത് ഇന്റേണൽ ഡാമേജിന്റെ പാറ്റേൺ എന്താണ് എന്നുകൂടി അദ്ദേഹം അന്ന് വളരെ സൂക്ഷ്മമായിട്ടുള്ള പരിശോധനകളിലൂടെ ഡോക്യുമെന്റ് ചെയ്യുമായിരുന്നു. ഉദാഹരണത്തിന് ബ്ലണ്ട് ഫോഴ്സ് ട്രോമ അഥവാ ഒരു കനത്ത അടി ഏൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആഘാതം നമ്മുടെ ആന്തരിക അവയവങ്ങളെ ഡിസ്പ്ലേസ് ചെയ്യുമെന്നും അങ്ങനെ കനത്ത ആന്തരിക രക്തസ്രാവം ഉണ്ടാകുമെന്നും പുറമെ നിന്ന് നോക്കിയാൽ ചിലപ്പോൾ തൊലിപ്പുറമെ അപ്പോഴും ഒരു പോറൽ പോലും വീഴണമെന്നോ ചോര പൊടിയണമെന്നോ ഇല്ല എന്നും അദ്ദേഹം കണ്ടെത്തി. അദ്ദേഹം അന്ന് നടത്തിയ പല കണ്ടെത്തലുകളും വളരെ വിപ്ലവകരമായിരുന്നു. ഉദാഹരണത്തിന് ആടുകളുടെയും മറ്റും വയറ്റിൽ കണ്ടിരുന്ന ഒരു പ്രത്യേകതരം സ്റ്റോണി ഫോർമേഷൻസ് ആണ് ബെസോർ സ്റ്റോൺസ് എന്ന് അറിയപ്പെട്ടിരുന്നത്. അന്ന് ഈ ബെസോർ സ്റ്റോൺസ് ഏത് കൂടിയ ഇനം വിഷബാധയ്ക്കുമുള്ള ഒറ്റമൂലിയാണ് എന്നൊരു മിഥ്യാധാരണയുണ്ടായിരുന്നു.
അതിനെ പല ചോദ്യം ചെയ്തു. ഒരിക്കൽ കൊട്ടാരത്തിലെ കുശിനിക്കാരനെ വെള്ളിപ്പിഞ്ഞാണങ്ങൾ മോഷ്ടിച്ചതിന്റെ പേരിൽ രാജാവ് വധശിക്ഷയ്ക്ക് വിധിച്ചു. അയാളെ വിഷം കൊടുത്ത് കൊല്ലാനായിരുന്നു രാജാവിന്റെ ഉത്തരവ്. എന്തായാലും കുശിനിക്കാരൻ വധിക്കപ്പെടും എന്ന് ഉറപ്പായ സാഹചര്യത്തിൽ പല ഒരു പരീക്ഷണം നടത്താമെന്ന് നിർദ്ദേശിച്ചു. കുശിനിക്കാരന് വധശിക്ഷയുടെ പേരിൽ എന്തായാലും വിഷം നൽകുക. ഉടനടി അന്ന് ഏത് ഉഗ്രവിഷത്തിനുമുള്ള ആന്റിഡോട്ടായിട്ട് സമൂഹം കണക്കാക്കിയിരുന്ന ബെസോർ സ്റ്റോണും കൊടുക്കുക. വിഷം കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളെ ബെസോർ സ്റ്റോൺ പരിഹരിക്കുകയാണെങ്കിൽ ഇയാളെ വെറുതെ വിടാമെന്ന ധാരണപ്പുറത്ത് കുശിനിക്കാരൻ അങ്ങനെ ഒരു പരീക്ഷണത്തിന് തയ്യാറാവുന്നു. മെർക്കുറി കലർന്നൊരു വിഷമായിരുന്നു അന്ന് അയാൾക്ക് നൽകപ്പെട്ടത്. പിന്നാലെ ഈ ബെസോർ സ്റ്റോണും നൽകി. ഏതാണ്ട് 7 മണിക്കൂറോളം നേരം വേദന കൊണ്ട് പുളഞ്ഞ ശേഷം അന്ന് ആ കുശിനിക്കാരൻ മരണപ്പെട്ടുവെങ്കിലും അതോടെ അന്നുവരെ നിലനിന്നിരുന്ന ബെസോർ സ്റ്റോൺ മിത്തിനും ഒരു പരിഹാരമുണ്ടായി. യൂറോപ്പിൽ ഫോറൻസിക് രംഗത്ത് വിപ്ലവങ്ങൾ സൃഷ്ടിച്ച മറ്റൊരാൾ 17ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രസിദ്ധ ഇറ്റാലിയൻ ഫിസിഷ്യനും ഫോറൻസിക് സ്പെഷ്യലിസ്റ്റുമായ പാബ്ലോ സാക്കിയയാണ്. സീക്വൻഷ്യൽ ഡെത്ത് അല്ലെങ്കിൽ ക്രോണോളജി ഓഫ് ഡെത്ത് എന്നൊരു ആശയം മുന്നോട്ട് വെക്കുന്നത് അദ്ദേഹമാണ്. മാർപ്പാപ്പയുടെ പേഴ്സണൽ ഡോക്ടറായിരുന്നു അദ്ദേഹം. ക്വസ്റ്റ്യൻസ് മെഡിക്കോ ലീഗൽസ് എന്ന അദ്ദേഹത്തിന്റെ ലാൻഡ്മാർക്ക് വർക്കാണ് ലീഗൽ മെഡിസിനെ ഒരു സ്വതന്ത്ര പഠന ശാഖയായിട്ട് വളർത്തിക്കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരു ലാൻഡ്മാർക്ക് കേസ് ഉണ്ടായിരുന്നു. വിഷക്കൂൺ കഴിച്ച് ഒരു ഭാര്യയും ഭർത്താവും മരിച്ചുപോയ ഒരു കേസാണത്. ഇതിൽ മരണകാരണം മാത്രമല്ലായിരുന്നു പ്രസക്തം, മരണത്തിന്റെ സീക്വൻസും വളരെ പ്രധാനമായിരുന്നു. ഇന്നത്തെ ഏകദേശം $4 ലക്ഷം വിലമതിക്കുന്ന സ്വത്തുക്കളുടെ അനന്തരാവകാശം നിർണയിച്ചിരുന്നത് ആദ്യം മരിച്ചത് ഭാര്യയോ ഭർത്താവോ എന്നുള്ളതായിരുന്നു. ഭാര്യയാണ് ഇവിടെ ആദ്യം മരിച്ചതെങ്കിൽ സ്വത്തുക്കൾ ഭർത്താവിന്റെ അടുത്ത ബന്ധുക്കൾക്ക് ചെന്ന് ചേരും. അല്ല, ഭർത്താവാണ് ആദ്യം മരിച്ചതെങ്കിൽ സ്വത്തുക്കൾ അനന്തരാവകാശം ഭാര്യയുടെ അടുത്ത ബന്ധുക്കൾക്കാവും. ഈ രണ്ടു പക്ഷവും അവരവരുടെ ഹിതത്തിനു വേണ്ടി അന്ന് വാദിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ഇക്കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി അന്ന് കോടതി വിളിച്ചു വരുത്തുന്നത് പൗലോ സാക്കിയെയാണ്. ദമ്പതികളുടെ പ്രായം, ഇവർ രണ്ടുപേരും കഴിച്ചിരിക്കാൻ സാധ്യതയുള്ള വിഷക്കൂണിന്റെ അളവ് എന്നിവ കണ്ടെത്തുന്ന അദ്ദേഹം ഭാര്യയുടെ ശരീരപ്രകൃതവും അവർ കഴിച്ചിരിക്കാൻ ഇടയുള്ള കൂണിന്റെ ഡോസും വെച്ച് അവരായിരിക്കും കൂടുതൽ വേഗത്തിൽ വിഷം ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ടാവുക എന്ന് അനുമാനിക്കുന്നു. അവരാണ് ആദ്യം മരിച്ചത് എന്ന ധാരണപ്പുറത്ത് സ്വത്തുക്കൾ അന്ന് ഭർത്താവിന്റെ ബന്ധുക്കൾക്ക് ചെന്ന് ചേരുകയും ചെയ്തു. ഇതുപോലെ പൗലോ സാക്കിയ ഇടപെട്ട മറ്റൊരു കേസ് കൊലക്കേസിൽ ശിക്ഷ അനുഭവിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഉന്മാദം അഭിനയിച്ചു കൊണ്ടിരുന്ന ഒരു കുറ്റവാളിയുടേതാണ്. അന്നൊക്കെ ജഡ്ജിമാർ മനോവിഭ്രാന്തി അളക്കാൻ ഉപയോഗിച്ചിരുന്നത് രോഗികളുടെ പെരുമാറ്റത്തെയും അവർ തന്നെ നടത്തുന്ന തുറന്നു പറച്ചിലുകളെയും മാത്രമാണ്. ലക്ഷണങ്ങളിലെ സ്ഥിരത, ഉറക്കത്തിന്റെ പാറ്റേണുകൾ, ഓർത്തെടുക്കുന്നതിലെ യുക്തിഭദ്രത, പ്രതികരണങ്ങളുടെ സൈക്കോളജിക്കൽ അനാലിസിസ് എന്നിവ പരിശോധിച്ച് അന്ന് സാക്കിയ യഥാർത്ഥ ഉന്മാദത്തെയും വിഭ്രാന്തി അഭിനയിക്കുന്നതിനെയും തമ്മിൽ വേർതിരിച്ചെടുക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതിന്റെ സാരാംശം ഇത്രയുമായിരുന്നു: ഒരു സാധാരണക്കാരനെ ചിലപ്പോൾ ഭ്രാന്ത് അഭിനയിച്ച് വിശ്വസിപ്പിക്കാൻ ആർക്കും സാധിച്ചേക്കാം. എന്നാൽ ഒരു ഫിസിഷ്യന് കൃത്യമായിട്ടുള്ള ഫോറൻസിക് ഇൻഡിക്കേറ്ററുകൾ വെച്ച് അഭിനയത്തെയും യാഥാർത്ഥ്യത്തെയും തമ്മിൽ വേർതിരിച്ചറിയാൻ സാധിക്കേണ്ടതാണ്. യഥാർത്ഥ മാനസിക വിഭ്രാന്തി എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ അക്ഷരാർത്ഥത്തിൽ തളർത്തിക്കളയുന്ന വളരെയധികം സ്ഥിരതയുള്ള ഒന്നായിരിക്കുമെങ്കിൽ ഭ്രാന്ത് അഭിനയിക്കുന്ന ഒരു വ്യക്തി 1-2 ദിവസത്തെ ഇടവേളയിൽ എപ്പോഴെങ്കിലും, വിശേഷിച്ച് തന്നെ ആരും നിരീക്ഷിക്കുന്നില്ല എന്ന് അയാൾ കരുതുന്ന വേളകളിൽ, ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഉറങ്ങുമ്പോഴൊക്കെ അതേപറ്റി മറന്നു പോകാനിടയുണ്ട്. അറിയാതെയെങ്കിലും അയാൾ സ്വാഭാവികമായിട്ട് പെരുമാറിപ്പോകും. കോംപ്ലക്സിറ്റി ഫാലസി എന്നൊരു ആശയം കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് മാനസിക വിഭ്രാന്തി നടിക്കാൻ ശ്രമിക്കുന്നവർ മിക്കപ്പോഴും അതിന്റെ ലക്ഷണങ്ങളെ വല്ലാതെ പൊലിപ്പിക്കാൻ ശ്രമിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ മാനസിക വിഭ്രാന്തി ഉള്ളവരുടെ തോട്ട് പാറ്റേൺസ് ഒരല്പം ഡിസ്റ്റോർട്ടഡ് ആയിരിക്കുമെങ്കിലും അതിനും ഒരു ഇന്റേണൽ ലോജിക്കൽ പാറ്റേൺ എപ്പോഴും ഉണ്ടാവും. ഇന്നും ഫോറൻസിക് സൈക്കാട്രി ആശ്രയിക്കുന്നത് പൗലോ സാക്കിയ അന്ന് നടത്തിയ പഠനങ്ങളെയാണ്. അദ്ദേഹത്തിന്റെ ആശയങ്ങളുടെ ബലത്തിലാണ് ആദ്യം IPC സെക്ഷൻ 84-ന്റെയും പിന്നീട് ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 22-ന്റെയും അവിഭാജ്യ അടിത്തറയായിട്ടുള്ള മക്നോട്ടൺ നിയമങ്ങൾ ഫോർമുലേറ്റ് ചെയ്യപ്പെടുന്നത്. ടോക്സിക്കോളജി എന്ന ഇംഗ്ലീഷ് വാക്കിന്റെ ഏകദേശം മലയാളം വിഷവിജ്ഞാനീയം എന്നാണ്. അതായത് ഏതൊക്കെ വസ്തുക്കളാണ് മനുഷ്യ ശരീരത്തിനുള്ളിൽ ചെന്നാൽ വിഷമുള്ളത്, ആ വസ്തുക്കൾ ഏതൊക്കെ ആന്തരികാവയവങ്ങളെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുക, അവ ഏതളവിൽ അകത്തി എന്നാൽ മാരകമാകും, ഈ വിഷങ്ങളുടെ എല്ലാം ആന്റിഡോട്ട് എന്തൊക്കെയാണ്, വിഷം അകത്തി എന്നാൽ രക്ഷിക്കാനുള്ള ചികിത്സാ വിധികൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ടോക്സിക്കോളജി കൈകാര്യം ചെയ്യുന്നത്. ഡോക്ടർ KS നാരായണ റെഡ്ഡി തന്റെ എസെൻഷ്യൽസ് ഓഫ് ഫോറൻസിക് മെഡിസിൻ ആൻഡ് ടോക്സിക്കോളജി എന്ന പുസ്തകത്തിൽ ഐഡിയൽ ഹോമിസൈഡൽ പോയ്സൺ അഥവാ കൊലപാതകത്തിന് ഉപയോഗിക്കപ്പെടുന്ന വിഷങ്ങളിൽ ഉത്തമമായതിനെ നിർവചിക്കുന്നത് ഇങ്ങനെയാണ്: അതിന് വില കുറവായിരിക്കണം, എളുപ്പത്തിൽ ആർക്കും വാങ്ങാൻ പറ്റുന്നതാവണം, വിശേഷിച്ച് രുചിഭേദമൊന്നും കൂടാതെ തന്നെ ഭക്ഷണത്തിലോ പാനീയങ്ങളിലോ ഒക്കെ കലർത്താൻ പറ്റുന്നതാവണം, അകത്തി എന്നാൽ അത് മറ്റേതെങ്കിലും അസുഖങ്ങളുടെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കണം. ഏറ്റവും അവസാനമായി രോഗിക്ക് മാരകമായ ലക്ഷണങ്ങൾ ഉണ്ടാക്കിയ ശേഷം രോഗിയുടെ ആന്തരിക അവയവങ്ങളിൽ അവശേഷിക്കുന്ന ഈ വിഷത്തിന്റെ അവശിഷ്ടങ്ങൾ വിഷങ്ങൾക്ക് വേണ്ടി മരണാനന്തരം പോലീസ് നടത്തുന്ന റുട്ടീൻ ലബോറട്ടറി ടെസ്റ്റുകളിൽ ഡിറ്റക്ട് ചെയ്യപ്പെടാനും പാടില്ല.
നൂറ്റാണ്ടുകളായിട്ട് ഈ നിബന്ധനകളെല്ലാം പാലിച്ചുകൊണ്ട് ഐഡിയൽ പോയിസൺ സ്ഥാനത്തോട് ഏറ്റവും ചേർന്ന് നിന്നിട്ടുള്ള ഒരു വിഷം ആഴ്സനിക്കാണ്. അത് നിറമില്ലാത്ത, മണമില്ലാത്ത, സ്വാദില്ലാത്ത ഒരു രാസവസ്തുവാണ്. അകത്ത് എന്നാൽ പ്രകടിപ്പിക്കുക കോളറയുടെ അല്ലെങ്കിൽ വയറ് കേടാവുന്നതിൻ്റെയൊക്കെ ലക്ഷണങ്ങളാണ്. ഓക്കാനം, ഛർദി, അസഹ്യമായ വയറുവേദന, കടുത്ത അതിസാരം എന്നിവ പിന്നാലെ വരും. ചികിത്സിച്ചില്ല എങ്കിൽ മരണം ഉറപ്പാണ്. സാധാരണ പകർച്ചവ്യാധികൾക്കുണ്ടാകുന്ന ലക്ഷണങ്ങളെല്ലാം മിമിക് ചെയ്യുന്നൊരു വിഷമായതുകൊണ്ട് പലരും അതെടുത്ത് പ്രയോഗിച്ച ചരിത്രമുണ്ട് നിരവധി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ യൂറോപ്പിൽ അതിൻ്റെ പേര് ഇൻഹെറിറ്റൻസ് പൗഡർ എന്നായിരുന്നു. 1832 80കാരനായ ഒരു ബ്രിട്ടീഷ് ഭൂപ്രഭുവും തോട്ടമുടമയുമായിട്ടുള്ള ജോർജ് ബോഡിലിന് ഒരു ദിവസം രാവിലെ തൻ്റെ പതിവ് മോർണിംഗ് കോഫി കുടിച്ചതിന് പിന്നാലെ വയറ്റിൽ കൊളുത്തിപ്പിടിക്കുന്ന ഒരു കടുത്ത വേദന അനുഭവപ്പെട്ടു. വിഷബാധയുടെ ക്ലാസിക് ലക്ഷണങ്ങൾ പലതും തുടർന്നുള്ള മണിക്കൂറുകളിൽ അയാൾ പ്രകടിപ്പിച്ചു. അടുത്ത ദിവസത്തേക്ക് അയാൾ മരണത്തിന് കീഴടങ്ങി. ഈ കേസിൽ സ്വാഭാവികമായും അന്വേഷണമുണ്ടായി. മരണപ്പെട്ട ജോർജ് ബോഡിലിന്റെ ചെറുമകൻ ജോൺ ബോഡിൽ ഈ സംഭവം നടക്കുന്നതിന് ദിവസങ്ങൾ മാത്രം മുമ്പ് ഒരു കടയിൽ നിന്ന് ആഴ്സനിക് വാങ്ങിയിരുന്നുവെന്ന് അന്വേഷണ സംഘത്തിന് തെളിവ് കിട്ടി. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊലപാതക കുറ്റം ചുമത്തി കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. ഈ കേസിന്റെ വിചാരണയിൽ പ്രോസിക്യൂഷൻ ഏറ്റവും അധികം ആശ്രയിച്ചത് കെമിസ്ട്രിയായിരുന്നു. ജോർജ് ബോഡിൽ കുടിച്ചു ബാക്കി വെച്ച കോഫിയുടെയും അയാളുടെ ആന്തരിക അവയവങ്ങളിൽ നിന്ന് ശേഖരിച്ച നേരത്തെ അയാൾ കുടിച്ച കോഫിയുടെയും സാമ്പിളുകൾ ജെയിംസ് മാർഷ് എന്നു പേരുള്ള ഒരു കെമിസ്റ്റിന്റെ മുന്നിൽ പരിശോധനയ്ക്ക് വേണ്ടി വന്നെത്തി. അന്ന് ലഭ്യമായിരുന്ന സ്റ്റാൻഡേർഡ് ആർസനിക് ടെസ്റ്റ് പ്രകാരം ബോർഡിൽ കുടിച്ച കോഫിയിൽ ആർസനിക് ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന മഞ്ഞ നിറത്തിലുള്ള ഒരു പ്രസിപ്പിറ്റേറ്റ് പരിശോധനയിൽ മാഷിന് കിട്ടുകയും ചെയ്തു. എന്നാൽ അങ്ങനെ മാഷിന് കിട്ടി അദ്ദേഹം കോടതിയിൽ സമർപ്പിച്ച ആ റിസൾട്ട് സാമ്പിൾ കേസ് വിചാരണയ്ക്ക് വന്നപ്പോഴേക്കും അതിൻ്റെ മഞ്ഞ നിറം മങ്ങിപ്പോയി. ആർസനിക് ഉണ്ട് കോഫിയിലെങ്കിൽ പ്രസിപ്പിറ്റേറ്റ് മഞ്ഞ നിറത്തിലായിരിക്കുമെന്ന് വാദിച്ച വക്കീല് തെളിവെടുത്ത് ജഡ്ജിയെ കാണിച്ചപ്പോൾ അതിലുണ്ടായിരുന്നത് മഞ്ഞയ്ക്ക് പകരം നിറം മങ്ങിയ ഒരു പ്രസിപ്പിറ്റേറ്റ് ആയിരുന്നു. അതോടെ ജൂറിക്ക് പ്രോസിക്യൂഷന്റെ വാദത്തിലുള്ള വിശ്വാസം നഷ്ടമായി. ആ കേസിൽ പ്രതി ജോൺ ബോഡിലിനെ കോടതി വെറുതെ വിടുകയും ചെയ്തു. ആ വിധി ഏറ്റവും അധികം നിരാശനാക്കിയത് തെളിവുണ്ടാക്കി പോലീസിന് കൊടുത്ത കെമിസ്റ്റ് ജെയിംസ് മാർഷിനെ ആയിരുന്നു. കേസിൽ കോടതി വെറുതെ വിട്ട ആ കൊച്ചുമോൻ ജോൺ ബോഡിൽ പിന്നീട് പലയിടത്തും നടന്ന് സത്യത്തിൽ ഞാൻ അപ്പൂപ്പന് വിഷം കൊടുത്തിരുന്നുവെന്ന് വീരവാദം അടിച്ചതും മാർഷിന്റെ അപമാനം ഇരട്ടിയാക്കി. ഈ സംഭവങ്ങളിൽ നിന്ന് മാർഷിന് ഒരു കാര്യം വ്യക്തമായി. ആഴ്സനിക് നിറമില്ലാത്തൊരു വസ്തു ആയതുകൊണ്ടല്ല ഈ കേസിൽ പ്രതിയെ കോടതി വെറുതെ വിട്ടത്. ആഴ്സനിക് എന്ന കൊടുംവിഷം അകത്തി എന്നാൽ അതിന്റെ സാന്നിധ്യം കണ്ടെത്താനുള്ള ലബോറട്ടറി ടെസ്റ്റുകൾ വേണ്ടത്ര ശാസ്ത്രീയമല്ലാത്തതാണ് യഥാർത്ഥ പ്രശ്നം. ഇനി ഒരു കേസിൽ പോലും ഈ പ്രശ്നം ഉണ്ടാകാൻ പാടില്ല എന്ന് അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ചു. അതിനുവേണ്ടി പരിഹാരം കണ്ടെത്താൻ അഹോരാത്രം പണിയെടുത്തു. പരിശോധനയ്ക്ക് ശേഷം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അസ്ഥിരമായിട്ടുള്ള ഉപോൽപ്പന്നങ്ങളെ ആശ്രയിക്കാത്ത പുതിയൊരു ഡിറ്റക്ഷൻ പ്രോസസ്സ് തന്നെ ആർസനിക് പോയ്സണിങ്ങിന് വേണ്ടി അദ്ദേഹം വികസിപ്പിച്ചെടുത്തു. സാമ്പിളിൽ നിന്ന് ആർസനിക്കിനെ തന്നെ നേരിട്ട് വേർതിരിച്ചെടുത്ത് ഒരു ചെറിയ മെറ്റാലിക് ഫിലിമിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പുതിയ രീതി. ലോകത്തിൽ ആദ്യമായി ഒരു വിഷത്തെ അതുള്ളിൽ ചെന്ന് മരിച്ചയാളുടെ ദേഹത്തു നിന്ന് വേർതിരിച്ചെടുത്ത് അത് തന്നെ തെളിവായിട്ട് കോടതിയിൽ ഹാജരാക്കാൻ പറ്റും എന്ന അവസ്ഥയായി. അതോടെ ടോക്സിക്കോളജി എന്ന ശാസ്ത്രശാഖയിൽ തന്നെ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒന്നായി ഈ മാർഷ് ടെസ്റ്റ് പിന്നീട് മാറി. അതോടെ ആർസനിക്കിന് അന്നുവരെ ഉണ്ടായിരുന്ന പെർഫെക്റ്റ് പോയ്സൺ എന്ന ചെല്ലപ്പേരും നീങ്ങിക്കിട്ടി. ഏതാണ്ട് ഈ കാലത്ത് തന്നെ യൂറോപ്പിൽ മാത്യു ഓർഫില എന്നൊരു ഗവേഷകൻ ടോക്സിക്കോളജി എന്ന ശാഖയ്ക്ക് വേണ്ട ബൗദ്ധിക അടിത്തറ പാകുന്ന പണിയിലായിരുന്നു. വിഷങ്ങളെക്കുറിച്ച് പഠനങ്ങളെ, വിഷങ്ങൾ അകത്ത് ചെന്നാലുണ്ടാകുന്ന ശാരീരിക ലക്ഷണങ്ങളെ, വിഷബാധ കണ്ടെത്താനുള്ള പരിശോധനകളെ എല്ലാം ഓർഫില വളരെ സിസ്റ്റമാറ്റിക് ആക്കുന്നു. ടോക്സിക്കോളജിയെ ഒരു ശാസ്ത്രമാക്കി വളർത്തിക്കൊണ്ടുവന്നതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും പോകേണ്ടത് ജെയിംസ് മാർഷിനും മാത്യു ഓർഫിലയ്ക്കും തന്നെയാണ്. മനുഷ്യൻ എന്നർത്ഥമുള്ള ആന്ത്രോപോസ്, അളവ് എന്നർത്ഥമുള്ള മെട്രോൺ എന്നീ രണ്ട് ഗ്രീക്ക് വാക്കുകൾ ചേരുമ്പോഴാണ് ആന്ത്രോപ്പോമെട്രി എന്ന ഇംഗ്ലീഷ് പദം ജനിക്കുന്നത്. ഫോറൻസിക് സയൻസിൻ്റെ അവിഭാജ്യ ഘടകമായ ശാഖയ്ക്ക് നിർണായകമായ സംഭാവനകൾ ചെയ്തിട്ടുള്ള വ്യക്തിയുടെ പേര് അൽഫോൺസ് ബെർട്ടിലൻ എന്നാണ്. പാരീസ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഗുമസ്തനായിട്ടാണ് ബെർട്ടിലൻ തൻ്റെ കരിയർ ആരംഭിക്കുന്നത്. വളരെ മെത്തഡിക്കലായി മാത്രം ജോലി ചെയ്ത് ശീലിച്ചിരുന്ന അദ്ദേഹത്തെ സ്ഥിരം കുറ്റവാളികളെ കണ്ടെത്താൻ വേണ്ടി ആശ്രയിച്ചിരുന്ന പ്രോസസ്സുകളുടെ അശാസ്ത്രീയതയും കൺസിസ്റ്റൻസി ഇല്ലായ്കയും ഒക്കെ വല്ലാതെ അലട്ടിയിരുന്നു. അദ്ദേഹം ഏർപ്പെടുത്തിയ പരിഷ്കാരങ്ങൾ മനുഷ്യ ശരീരത്തെ ഒരു ഡാറ്റ പോയിന്റാക്കി മാറ്റുകയും ചെയ്തു. ഈ ബെർട്ടിലൻ സിസ്റ്റത്തിന്റെ നിലനിൽപ്പ് തന്നെ ആശ്രയിച്ചിരുന്നത് നിർണായകമായിട്ടുള്ള 3 ഘടകങ്ങൾക്ക് മേലാണ്. ഒന്നാമത്തേതാണ് ആന്ത്രോപ്പോമെട്രി അഥവാ മെട്രിക് ഐഡന്റിഫിക്കേഷൻ. മനുഷ്യ ശരീരത്തിന്റെ 11 വ്യതിരിക്തമായ അളവുകൾ കിറുകൃത്യമായി രേഖപ്പെടുത്തുന്ന പ്രക്രിയയാണിത്. വ്യക്തിയുടെ ഉയരം, തലയുടെ നീളം, തലയുടെ വീതി തുടങ്ങി നടുവിരലിന്റെ നീളം വരെ 11 മെഷർമെന്റുകളാണ് എടുക്കാനുള്ളത്. 2 വ്യക്തികൾ തമ്മിൽ ഈ 11-ൽ 3-4 മെഷർമെന്റുകൾ ഏകദേശം ഒരുപോലെ ആവാമെങ്കിലും 11-ൽ 11ഉം ഒരുപോലെ ആകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് ബെർട്ടിലൻ കരുതിയത്. രണ്ടാമത്തെ ഘടകം പോർട്രേറ്റ് പാർലേ അഥവാ സ്പോക്കൺ പോർട്രേറ്റ് ആണ്. ഒരാൾക്ക് തിരിച്ചറിയാൻ വേണ്ടി ഏതെങ്കിലും വ്യക്തിയുടെ മുഖത്തെക്കുറിച്ചും ശരീരത്തെക്കുറിച്ചും ഒക്കെയുള്ള വിശദമായിട്ടുള്ള വിവരണങ്ങളാണ് ഇതിൽ ഉൾപ്പെടുക.
കൃത്യമായ കൺവെൻഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള വെർബൽ വിവരണങ്ങളാണ് ഇതിലുണ്ടാവുക. മൂക്കിൻ്റെ വലിപ്പം, ആകൃതി, ചെവിയുടെ വലിപ്പം, ചെവിയുടെ ആകൃതി, കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ നിറം, വലിപ്പം, തിരിച്ചറിയാൻ പാകത്തിന് ദേഹത്തുള്ള ബർത്ത് മാർക്കുകൾ, പാടുകൾ, മറുകുകൾ, ചുണങ്ങ്, ദേഹത്തെ ടാറ്റുകൾ, അങ്ങനെ പലതും ഇതിൻ്റെ ഭാഗമാണ്. അന്നുവരെ ഓരോ ഓഫീസർമാരും അവരവരുടെ മനോധർമ്മത്തിന് ഇഷ്ടമുള്ള ഭാഷയിൽ എഴുതി വെച്ചിരുന്ന വിവരണങ്ങൾക്ക് പകരമായി അതോടെ നിയതമായിട്ടുള്ളൊരു ഘടന വന്നു. ഉപയോഗിക്കുന്ന ഭാഷയ്ക്ക്, ജാർഗണുകൾക്കും ഒക്കെ ഡിറ്റക്റ്റീവുകൾക്കും ഗുമസ്തർക്കും ഫോറൻസിക് വിദഗ്ധർക്കും ജഡ്ജിമാർക്കും എല്ലാം ഒരുപോലെ മനസ്സിലാകുന്ന വിധത്തിൽ ഒരു പൊതു സ്വഭാവവും അതോടെ ഉണ്ടായി. ഇങ്ങനെ ഉണ്ടായി വന്നിട്ടുള്ള കൺവെൻഷൻസ് ആണ് പിന്നീട് വാമൊഴിയായിട്ടുള്ള വിവരണങ്ങളിൽ നിന്ന് പ്രതികളുടെ രേഖാചിത്രം വരച്ചെടുക്കുന്നവർക്ക് ദൃക്സാക്ഷികളോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള മാർഗരേഖകളായിട്ട് മാറിയത്. അതോടെ ഫോട്ടോഗ്രാഫുകൾ ഇല്ലാത്ത സാഹചര്യങ്ങളിലും പ്രതികളുടെ രേഖാചിത്രങ്ങൾ വരച്ചെടുക്കാം എന്നായി. മൂന്നാമത്തെ പ്രധാന ഘടകം ഫോറൻസിക്സിൽ ഉരുത്തിരിഞ്ഞു വന്ന സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫി മെത്തേഡാണ്. ഇന്ന് നമ്മൾ ലോകരാജ്യങ്ങളിലെ എല്ലാ പോലീസ് ഫോഴ്സുകളും പിന്തുടർന്ന് കാണുന്ന മഗ് ഷോട്ട് അഥവാ എല്ലാ കുറ്റവാളികളുടെയും 2 ആംഗിളിൽ നിന്നുള്ള ഫോട്ടോകൾ, ഒന്ന് ഫേസും ഒന്ന് പ്രൊഫൈലും നിർബന്ധമായി എടുത്തിരിക്കണം എന്നുള്ള ധാരണയൊക്കെ ഉണ്ടാവുന്നത് ഇതോടെയാണ്. ഈ ചിത്രങ്ങൾ എടുക്കുന്നതിനും ബട്ട്ലൻ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. ഒരുപോലെ ലൈറ്റ് ചെയ്യണം, ഒരേ ദൂരത്തു നിന്നായിരിക്കണം ഈ ചിത്രങ്ങൾ എടുക്കേണ്ടത്, ഫോട്ടോയിലുള്ള ആളുകളുടെ മുഖത്തെ എക്സ്പ്രഷൻ ഒരുപോലെ ന്യൂട്രൽ ആയിരിക്കണം എന്നൊക്കെ അദ്ദേഹം നിഷ്കർഷിക്കുന്നുണ്ട്. അതോടെ പല സ്റ്റേഷനുകളിലും പ്രതികളെന്ന് സംശയിക്കപ്പെടുന്നവരുടെ ചിത്രങ്ങൾ ഇഷ്ടംപോലെ എടുത്ത് പോലീസ് ആർക്കൈവിൽ ഫയൽ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഇൻകൺസിസ്റ്റൻസി നീങ്ങിക്കിട്ടുന്നു. പിന്നീട് അങ്ങോട്ടുള്ള വർഷങ്ങളിൽ പോലീസുകാർ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന രീതിക്ക് മാറ്റം വന്നുവെന്നാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന മഗ്ഷോട്ട് സംവിധാനത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഇന്നും ലോകത്തിന്റെ ഏതൊരു കോണിലും എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ഉണ്ടായാൽ അതന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ആദ്യം ആശ്രയിക്കുന്ന ടൂളുകളിൽ ഒന്ന് ഈ മഗ്ഷോട്ട് ഇമേജ് ഗാലറി തന്നെയാണ്. ബില്ലി മില്ലിഗനെ പോലെയുള്ള പല ക്രിമിനലുകളും പോലീസ് പിടിയിലാകുന്നത് ഇരകൾ മഗ്ഷോട്ട് ഗാലറിയിൽ അവരെ തിരിച്ചറിഞ്ഞതിന്റെ പേരിൽ കൂടിയാണ്. ഈ ബട്ട്ലൻ സിസ്റ്റത്തിന് അന്ന് യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ ലഭിച്ച ജനപ്രീതി അത്ഭുതാവഹമായിരുന്നു. അദ്ദേഹത്തിന്റെ ജനപ്രീതി വളർന്നു വന്ന് ഒടുവിൽ ജനപ്രിയ കുറ്റാന്വേഷണ കഥാപാത്രമായിട്ടുള്ള ഷെർലക് ഹോംസിന്റെ ദ ഹൗണ്ട് ഓഫ് ബാസ്കർവിൽസിൽ കോനൻ ഡോയിൽ ഷെർലക് ഹോംസിനെ വിശേഷിപ്പിക്കുന്നത് യൂറോപ്പിലെ ഏറ്റവും മികച്ച 2ാമത്തെ ഫോറൻസിക് എക്സ്പെർട്ട് എന്നാണ്. 1ാമത്തെ എക്സ്പെർട്ട് അൽഫോൺസ് ബട്ട്ലൻ ആണെന്നാണ് ആ നോവലിൽ കോനൻ ഡോയിൽ പറയുന്നത്. ചുരുക്കത്തിൽ 20ാം നൂറ്റാണ്ടിന്റെ തുടക്കമായപ്പോഴേക്കും ബട്ട്ലന്റെ രീതികൾക്ക് വളരെയധികം ആധികാരികതയും ഒരു തരത്തിലുള്ള ഇൻഫാലിബിലിറ്റിയും ഒക്കെ ആർജിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. വിരലടയാളങ്ങളുടെ ശാസ്ത്രീയമായിട്ടുള്ള പഠനവും വിശകലനവും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ശാസ്ത്രശാഖയ്ക്ക് പറയുന്ന പേര് ഡക്റ്റിലോഗ്രാഫി എന്നാണ്. വിരൽ എന്നർത്ഥമുള്ള ഡക്റ്റിലോസ്, എഴുത്ത് അല്ലെങ്കിൽ പഠനം എന്നർത്ഥമുള്ള ഗ്രാഫിയ എന്നീ 2 ഗ്രീക്ക് പദങ്ങൾ ചേർന്നിട്ടാണ് ഈ വാക്കുണ്ടായിട്ടുള്ളത്. ബട്ട്ലിയൻ മെട്രിക് ഐഡന്റിഫിക്കേഷൻ മെത്തേഡുകളുടെ അപ്രമാദിത്വത്തിന് ഭംഗം സംഭവിക്കുന്നത് 1903 ലെവൻവർത്തിലെ അമേരിക്കൻ സ്റ്റേറ്റ് പ്രിസണിൽ നടന്ന അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറയാവുന്ന ഒരു സംഭവത്തോടെയാണ്. അവിടേക്ക് അക്കൊല്ലം വിൽ വെസ്റ്റ് എന്നു പേരായ ഒരു തടവുകാരനെത്തുന്നു. ജയിലിലെ ഗുമസ്തന് ആ പേരും അങ്ങനെ ഒരു രൂപവും താൻ മുമ്പ് കണ്ടിട്ടുണ്ട് എന്ന ശക്തമായിട്ടുള്ളൊരു തോന്നലുണ്ടാവുന്നു. അയാൾ ആ ജയിലിൽ പാർപ്പിച്ചിട്ടുള്ള 100 കണക്കായിട്ടുള്ള തടവ് പുള്ളികളുടെ പട്ടിക അരിച്ചു പെറുക്കി നോക്കുന്നു. അപ്പോഴാണ് വില്യം വെസ്റ്റ് എന്ന പേരിൽ മറ്റൊരു തടവ് പുള്ളി അതേ തടവറയിൽ ഇൻമേറ്റ് ആയിട്ടുണ്ട് എന്ന് അധികൃതർക്ക് മനസ്സിലാവുന്നത്. പേരിൽ മാത്രമായിരുന്നില്ല സാമ്യം. മുഖഛായയും ആകാരപ്രകൃതിയും അയാളുടെ ബട്ട്ലിയൻ മെഷർമെന്റുകളും ഒക്കെ പുതിയ ആളുമായിട്ട് ഡിക്ടോ മാച്ചിങ് ആണ്. ഈ 2 പേരുടെയും മഗ്ഷോട്ടുകൾ കണ്ടാലും തമ്മിൽ വേർതിരിച്ചറിയുക പ്രയാസമാണ്. ഈ കൂട്ടത്തിൽ ഒറിജിനൽ വിൽ വെസ്റ്റ് നേരത്തെ തന്നെ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നയാളാണ്. 2ാമത് പിടിച്ചുകൊണ്ടുവന്നത് ആളുമാറി കൊണ്ടുവന്നതാണ്. എന്തായാലും ഇങ്ങനൊരു കൺഫ്യൂഷൻ ഉടലെത്തപ്പോഴാണ് അധികൃതർ അവർ ഈ 2 പേരിലും വീണ്ടും കൂടുതൽ ഗൗരവതരമായിട്ടുള്ള പഠനങ്ങൾ നടത്തുന്നത്. അപ്പോഴാണ് അവർക്ക് പുതിയൊരു സംഗതി മനസ്സിലാവുന്നത്. ശാരീരികമായിട്ടുള്ള എല്ലാ മെഷർമെന്റുകളും ഒരുപോലെ ഇരിക്കുമ്പോഴും ഈ 2 വിൽവെസ്റ്റുമാരും തമ്മിൽ കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസമുണ്ടായിരുന്നു. അത് അവരുടെ വിരലടയാളങ്ങൾ തമ്മിൽ യാതൊരു സാദൃശ്യവും ഉണ്ടായിരുന്നില്ല എന്നതാണ്. വിൽവെസ്റ്റിന്റെ കാര്യത്തിൽ ഉടലെടുത്ത ആശയക്കുഴപ്പം ബട്ട്ലിയൻ ആന്ത്രോപോമെട്രി സംവിധാനങ്ങളുടെ ആധികാരികതയെ തന്നെ ചോദ്യം ചെയ്ത ഒന്നാണ്. ഒരു വ്യക്തിയുടെ മെട്രിക് മെഷർമെന്റുകൾ നമ്മൾ ഒരിക്കൽ എടുത്താലും അത് അയാൾക്ക് പ്രായമേറുമ്പോൾ, പരിക്ക് പറ്റുമ്പോൾ എന്ന് തുടങ്ങി മെഷർമെന്റ് എടുക്കുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഹ്യൂമൻ എററുകൾ വഴി വരെ അതിൽ മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ വിരലടയാളങ്ങൾക്ക് അങ്ങനെ യാതൊന്നും തന്നെ ബാധകമല്ല. ഒരിക്കൽ എടുത്താൽ അത് ആജീവനാന്തം മാറ്റമില്ലാതെ തുടരുക തന്നെ ചെയ്യും. 2 വ്യക്തികളുടെ വിരലടയാളങ്ങൾ ഒരു കാരണവശാലും ഒരുപോലെ ഇരിക്കില്ല. ഈ കേസിന് ശേഷം ഫിംഗർ പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ അതുവരെ അവസാന വാക്കായിരുന്ന ബട്ട്ലിയൻ ആന്ത്രോപോമെട്രിക് മെഷർമെന്റുകൾക്ക് പകരമായിട്ട് പ്രതിഷ്ഠിക്കപ്പെട്ടു. അത് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനിലും ഫോറൻസിക് സയൻസിലും വ്യക്തികളെ തിരിച്ചറിയുന്നതിനുള്ള ഗോൾഡ് സ്റ്റാൻഡേർഡായിട്ട് മാറി. നമ്മുടെ കൈവിരലുകളിൽ രേഖകൾ എന്ന് നാം വിളിക്കുന്ന ഫിക്ഷൻ റിഡ്ജുകൾ പതിയുമ്പോൾ അവശേഷിക്കുന്ന ഇംപ്രഷനെയാണ് നമ്മൾ വിരലടയാളങ്ങൾ എന്ന് വിളിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ ഫ്രിക്ഷൻ റിഡ്ജ് പാറ്റേണുകൾ വളരെ ഡീറ്റെയിൽഡ് ആണ്.
അവയെ നമുക്ക് മനഃപൂർവ്വം മാറ്റാനാവില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ ഐഡന്റിറ്റി അളക്കാനുള്ള ഏറ്റവും വിശ്വാസ്യമായിട്ടുള്ള മാർഗമായിട്ട് അന്നത് മാറി. ഫോറൻസിക് സയൻസിൽ ഏതെങ്കിലും ഒരു പ്രതലത്തിൽ മനഃപൂർവ്വമല്ലാതെ പതിഞ്ഞ നിലയിൽ കണ്ടുകിട്ടുന്ന വിരലടയാളങ്ങളെ വിളിച്ചിരുന്നത് ലേറ്റന്റ് ഫിംഗർ പ്രിന്റ്സ് എന്നാണ്. നമ്മുടെ കൈവിരലുകളിലുള്ള ഈർപ്പവും ദേഹത്തുള്ള നാച്ചുറൽ ഓയിലുകളും ഒക്കെ ചേർന്ന് ഗ്ലാസ്, ലോഹപ്രതലങ്ങൾ, പോളിഷ്ഡ് വുഡ് എന്നിങ്ങനെ പലയിടത്തും കൈവയ്ക്കുമ്പോൾ നമ്മുടെ ഫിംഗർ പ്രിന്റ് സർഫസിൽ പതിയാറുണ്ട്. നഗ്ന നേത്രങ്ങൾക്ക് പലപ്പോഴും ഈ പ്രിന്റുകൾ അദൃശ്യമായിരിക്കും എന്നതുകൊണ്ട് അവ കണ്ടെടുക്കാൻ പൗഡർ ഡസ്റ്റിംഗ്, നിൻഹൈഡ്രിൻ സ്പ്രേയിങ്, ഐഡിൻ ഫ്യൂമിംഗ് അല്ലെങ്കിൽ സിൽവർ നൈട്രേറ്റ് കൊണ്ടുള്ള ട്രീറ്റ്മെന്റ് എന്നിങ്ങനെ പല സാങ്കേതിക വിദ്യകളും പ്രയോഗിക്കേണ്ടി വരും. ഔദ്യോഗികമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ആദ്യത്തെ ഫിംഗർ പ്രിന്റ് റെക്കോർഡിംഗ് നടത്തിയത് വില്യം ഹെർഷലാണ്. ബംഗാളിലെ ഹുഗ്ലി ജില്ലയിലെ ചീഫ് മജിസ്ട്രേറ്റ് ആയിരുന്ന ഹെർഷൽ തദ്ദേശവാസികളായിട്ടുള്ള ഉദ്യോഗാർത്ഥികളുമായിട്ട് ഉണ്ടാക്കിയിരുന്ന കരാറുകളിൽ അവരുടെ കൈപ്പത്തി മഷിയിൽ മുക്കി പതിപ്പിക്കുമായിരുന്നു. കരാറുകളിൽ ഏർപ്പെട്ടിരുന്ന വ്യക്തികൾ അവയിൽ നിന്ന് പിന്മാറാതിരിക്കാൻ വേണ്ടിയായിരുന്നു ഹെർഷൽ ആദ്യം ഇങ്ങനെയുള്ള കൈയടയാളങ്ങൾ കരാറുകളിൽ പകർത്തിയിരുന്നത്. 20 വർഷത്തോളം നീണ്ടുവന്ന ഈ പതിവിൽ ഹെർഷലിന് പലതും ബോധ്യപ്പെട്ടിരുന്നു. ഒരു വ്യക്തിക്ക് ശാരീരിക വളർച്ച ഉണ്ടായാലും എന്തൊക്കെ മാറ്റങ്ങൾ ബാഹ്യപ്രകൃതിയിൽ സംഭവിച്ചാലും അയാളുടെ ഫിംഗർ പ്രിന്റ് മാത്രം കാര്യമായ മാറ്റമൊന്നും കൂടാതെ തുടരുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഏതാണ്ട് ഈ സമയത്ത് തന്നെ ഹെൻറി ഫോൾസ് എന്ന മറ്റൊരു യൂറോപ്യൻ സമാനമായ ചില കണ്ടെത്തലുകളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ജപ്പാനിൽ ജോലി ചെയ്യുന്ന കാലത്താണ് അദ്ദേഹം ഇങ്ങനൊരു നിരീക്ഷണം നടത്തുന്നത്. ജപ്പാനിലെ കളിമൺ പാത്ര നിർമ്മാതാക്കളുടെ കൈവിരൽ അടയാളങ്ങൾ പലപ്പോഴും ഈ പാത്രങ്ങളിൽ പതിയുമായിരുന്നു. ഈ അടയാളങ്ങൾ ഓരോന്നും അതാത് നിർമ്മാതാക്കളുടെ യുണീക് സിഗ്നേച്ചറുകൾ കൂടി ആയിരുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. 1880 അദ്ദേഹം നേച്ചർ മാസികയ്ക്ക് അയച്ചൊരു കത്തിൽ ഈ വിരലടയാളങ്ങളെ വേണമെങ്കിൽ നമുക്ക് ക്രിമിനൽ ഐഡന്റിഫിക്കേഷൻ എന്ന കുറെ കൂടി പ്രസക്തമായ ലക്ഷ്യത്തിന് ഉപയോഗിക്കാമെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. അക്കാലത്ത് ഒരു ആശുപത്രിയിൽ അതിക്രമിച്ചു കയറി എന്ന് ആരോപിച്ച് വിചാരണ നേരിട്ട, ജയിൽ ശിക്ഷ പോലും അനുഭവിക്കാൻ നിർബന്ധിതനായിരുന്ന ഒരു നിരപരാധിയെ രക്ഷിക്കാൻ ഈ വിരലടയാളങ്ങൾ താൻ എങ്ങനെ പ്രയോജനപ്പെടുത്തിയെന്നും അദ്ദേഹം കത്തിലെഴുതി. വിരലടയാളങ്ങൾ കോടതിയിലെത്തി സാക്ഷി പറഞ്ഞ് ഒരാളുടെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തിയതിന്റെ ഏറ്റവും പഴയ ഉദാഹരണങ്ങളിൽ ഒന്ന് ഈ ഹെൻറി ഫോൾസിന്റെ കണ്ടെത്തലാണ്. എന്നാൽ ഫിംഗർ പ്രിന്റുകളുടെ യഥാർത്ഥ ഫോറൻസിക് പവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യപ്പെടുന്നത് 1892 ബ്യൂണസ് ആരിസിൽ നടന്ന ഒരു സംഭവത്തോടെയാണ്. 27-കാരിയായ ഫ്രാൻസിസ്ക റോഹാസ് തന്റെ 2 മക്കളെയും കൊലപ്പെടുത്തിയ ശേഷം അത് പുറമേ നിന്ന് വന്ന മറ്റൊരാൾ ചെയ്ത പ്രവൃത്തിയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി സ്വന്തം കഴുത്തു മുറിക്കുകയും അയൽവാസിയായ പെഡ്രോ വലാക്കസിന്റെ മേൽ ഈ കുറ്റം ആരോപിക്കുകയും ചെയ്തു. എന്നാൽ അന്ന് ഈ കേസ് സംബന്ധിച്ച വിശദമായ അന്വേഷണങ്ങൾക്ക് വേണ്ടി CID ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് സീൻ ഓഫ് ക്രൈമിലെത്തിയ ഇൻസ്പെക്ടർ അൽവാരസിന് ഫ്രാൻസിസ്കയുടെ വാദങ്ങളിൽ സാരമായ പൊരുത്തക്കേടുകൾ കാണാൻ സാധിച്ചു. പെഡ്രോ വലാക്കസ് തന്റെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം ശക്തിയുക്തം നിഷേധിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം ഈ കുറ്റം പ്രവർത്തിച്ചു എന്ന് പറയുന്ന സമയത്ത് മറ്റൊരിടത്തായിരുന്നു എന്നതിന് കൃത്യമായ അലിബികളും ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഇൻസ്പെക്ടർ അൽവാരസിന്റെ ചെവിയിൽ മറ്റു വർത്തമാനം വന്നു വീഴുന്നത്. ഫ്രാൻസിസ്കയുടെ ഒരു രഹസ്യ കാമുകൻ കുട്ടികളെ ഒഴിവാക്കി വന്നാൽ അവൾ വിവാഹം കഴിച്ചുകൊള്ളാമെന്ന് അവളോട് പറഞ്ഞു തന്നത്രേ. അപ്പോഴേക്കും ഈ സംഭവം നടന്നിട്ട് ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരുന്നുവെങ്കിലും സീൻ ഓഫ് ക്രൈം അരിച്ചുപെറുക്കിയ അദ്ദേഹത്തിന് കിടപ്പറയുടെ വാതിൽമേൽ പതിഞ്ഞ നിലയിൽ ഒരു ചാര നിറത്തിലുള്ള കറ കണ്ടുകിട്ടി. ആ അടയാളം സസൂക്ഷ്മം പരിശോധിച്ച അൽവാരസിന് അത് ചോര പുരണ്ട ഒരു വിരലടയാളമാണ് എന്ന് മനസ്സിലാവുന്നു. പോലീസുമായി സഹകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഹുവാൻ വുസറ്റിച്ച് എന്ന ആന്ത്രപ്പോളജിസ്റ്റിൽ നിന്ന് വിരലടയാള പരിശോധനയിൽ ട്രെയിനിങ് കിട്ടിയിരുന്ന അൽവാരസ് ആ വാതിലിന്റെ വിരലടയാളം പതിഞ്ഞ ഒരു കഷ്ണം അതുപോലെ തന്നെ അറുത്തെടുത്ത് CID ഹെഡ്ക്വാർട്ടേഴ്സിലെ തന്റെ ലാബിലെത്തിക്കുന്നു. ശേഷം ഫ്രാൻസിസ്കയുടെ വിരലടയാളം ശേഖരിക്കുന്ന അദ്ദേഹം ഈ ചോര പുരണ്ട വിരലടയാളവും അതുമായിട്ട് മാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നു. ഫലം വന്നപ്പോൾ അദ്ദേഹം പോലും ഞെട്ടിപ്പോകുന്നു. ആ ചോര പുരണ്ട വിരലടയാളം ഫ്രാൻസിസ്കയുടെ തന്നെ ആയിരുന്നുവെന്ന് നിസ്സംശയം തെളിയുന്നു. ആ തെളിവുമായി ഡിറ്റക്റ്റീവ് അൽവാരസ് തിരികെ ഫ്രാൻസിസ്കയെ സമീപിച്ചപ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. സംഭവിച്ചത് എന്താണ് എന്ന് അവർ മണിമണി പോലെ കുറ്റസമ്മതം നടത്തി. വിരലടയാളം എന്ന ഒരൊറ്റ തെളിവിന്റെ ബലത്തിൽ മാത്രം ഹോമിസൈഡ് കൺവിക്ഷൻ കിട്ടിയെന്ന് ഔപചാരിക രേഖകളിൽ ചേർക്കപ്പെട്ട ലോക ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ അവസരങ്ങളിൽ ഒന്നായി ഈ കേസ് മാറി. തുടർന്ന് അങ്ങോട്ടും ഇങ്ങനെ ഒറ്റപ്പെട്ട ചില കേസുകളിൽ ഫിംഗർ പ്രിന്റിംഗ് വളരെ ഫലപ്രദമായിട്ട് ഇടപെട്ടുകൊണ്ടിരുന്നു. എന്നാൽ ഫിംഗർ പ്രിന്റുകളെ കുറെ കൂടി വലിയ സ്കെയിലിൽ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അവയെ കൃത്യമായിട്ട് ക്ലാസിഫൈ ചെയ്യാനും വേണ്ടപ്പോൾ ഫലപ്രദമായി താരതമ്യം ചെയ്ത് മാച്ച് ചെയ്യുന്ന കേസുകൾ കണ്ടെത്താനും ഒക്കെയുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള സെറ്റപ്പ് വേണമായിരുന്നു. 1897 അന്നത്തെ ബ്രിട്ടീഷ് ബംഗാളിലെ ഇൻസ്പെക്ടർ ജനറൽ ആയിരുന്ന എഡ്വേർഡ് ഹെൻറി തന്റെ ഇന്ത്യൻ സബ് ഇൻസ്പെക്ടർമാരായിരുന്ന ഖാൻ ബഹാദൂർ, അസീസുൽ ഹക്ക്, റായ് ബഹാദൂർ, ഹേംചന്ദ്ര ബോസ് എന്നിവരുമായി ചേർന്നുകൊണ്ട് ഈ ഫിംഗർ പ്രിന്റുകൾ മാത്തമാറ്റിക്കലി ഫലപ്രദമായി ക്ലാസിഫൈ ചെയ്യാനുള്ളൊരു മാർഗം വികസിപ്പിച്ചെടുക്കുന്നു. റിഡ്ജ് പാറ്റേണുകളുടെ സ്വഭാവം അനുസരിച്ച് അവർ ഫിംഗർ പ്രിന്റുകളെ 1024 ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കുന്നു. അതോടെ വിരലടയാളങ്ങൾ വളരെ വേഗത്തിൽ സോർട്ട് ചെയ്യാനും ആവശ്യമുള്ളപ്പോൾ റിട്രീവ് ചെയ്യാനും സാധിച്ചു തുടങ്ങി. ആ വർഷം തന്നെ ബംഗാൾ ഫിംഗർ പ്രിന്റ് ബ്യൂറോ എന്ന പേരിൽ ലോകത്തിലെ തന്നെ ആദ്യത്തെ ഫിംഗർ പ്രിന്റ് ബ്യൂറോയും ഇന്ത്യയിൽ സ്ഥാപിതമാവുന്നുണ്ട്.
അവർ അന്നങ്ങനെ ഫിംഗർ പ്രിന്റുകളെ ക്രോഡീകരിക്കാൻ വേണ്ടി എടുത്ത പണി അന്നുവരെ ദിവസങ്ങളെടുത്ത് നടന്നിരുന്ന ഫിംഗർ പ്രിന്റ് മാച്ചിങ് മണിക്കൂറുകൾക്കുള്ളിൽ പൂർത്തിയാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥരെ സഹായിക്കുന്നു. ഇന്ന് നമ്മൾ കാണുന്ന ആധുനിക ഫിംഗർ പ്രിന്റ് ഡാറ്റാബേസുകളുടെ എല്ലാം തുടക്കം ബംഗാളിലെ ആ ഒരു ഫിംഗർ പ്രിന്റ് ബ്യൂറോയിൽ നിന്നാണ്. ഇന്ന് നമ്മൾ ഫിംഗർ പ്രിന്റ് റെക്കോർഡുകൾ കമ്പ്യൂട്ടറൈസ് ചെയ്ത് കഴിഞ്ഞു. നിർമ്മിത ബുദ്ധി അടക്കമുള്ള ആധുനിക സങ്കേതങ്ങൾ ഇന്ന് ഫിംഗർ പ്രിന്റ് മാച്ചിങ്ങിന് വേണ്ടി നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. എന്നാലും അന്ന് അവർ ഫിംഗർ പ്രിന്റുകളുടെ ക്ലാസിഫിക്കേഷന് വേണ്ടി ഉപയോഗിച്ച അതേ കോർ ലോജിക്ക് തന്നെയാണ് ലോകമെമ്പാടുമുള്ള ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റങ്ങളിൽ പലതിൻ്റെയും ആധാരമായിട്ടുള്ളത്. ബാലിസ്റ്റിക് എന്ന ഇംഗ്ലീഷ് വാക്കിന്റെ ഉത്ഭവം എറിയുക എന്നർത്ഥം വരുന്ന ബാലിയൻ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ്. തോക്കുകൾ, പടക്കോപ്പുകൾ, വെടിയുണ്ടകൾ, അവയുടെ കാട്രിഡ്ജുകൾ, വെടിയേറ്റ മുറിവുമായിട്ട് ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്നിവയിൽ വൈദഗ്ധ്യമുള്ളവരെയാണ് പൊതുവെ ഫോറൻസിക്സിൽ ബാലിസ്റ്റിക് എക്സ്പെർട്ടുകൾ എന്ന് പറയാറുള്ളത്. ഇപ്പോൾ ഒരിടത്ത് വെടിവെപ്പ് നടന്നു, ആരെങ്കിലും കൊല്ലപ്പെട്ടു എന്ന് കരുതുക. അവിടെ എത്തുന്ന ഫോറൻസിക് ടീമിൽ ഒരു ബാലിസ്റ്റിക്സ് എക്സ്പെർട്ട് കൂടി ഉണ്ടായിരിക്കും. സീൻ ഓഫ് ക്രൈമിൽ വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തി വെടിയുണ്ടകളുടെ കാട്രിഡ്ജുകളും വെടിയുണ്ട തന്നെയും കണ്ടെടുത്ത് ഉപയോഗിച്ച തോക്കേതാണ്, അതിൽ എത്ര വെടി പൊട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര തോക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, ഏതേതൊക്കെ മോഡൽ തോക്കുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് ഒരു ബാലിസ്റ്റിക്സ് എക്സ്പെർട്ടാണ്. വെടിയേറ്റുണ്ടാകുന്ന എൻട്രി എക്സിറ്റ് വൂണ്ടുകൾ, ബുള്ളറ്റുകളിലെ റൈഫിളിംഗ് മാർക്കുകൾ, റീകോയിൽ പാറ്റേണുകൾ, ഗൺഷോട്ട് റെസിഡ്യൂ ഇതൊക്കെ പരിശോധിച്ച ശേഷം എത്ര ദൂരം നിന്നാണ് ആ വെടി പൊട്ടിച്ചിട്ടുള്ളത്, ആംഗിൾ ഓഫ് ഫയർ എന്തായിരുന്നു, പൊസിഷൻ ഓഫ് ദ വിക്ടിം എന്തായിരുന്നു, തോക്കിൽ നിന്ന് ഉതിർന്ന വെടിയുണ്ട സഞ്ചരിച്ച ട്രജക്ടറി എന്തായിരുന്നു എന്നിങ്ങനെ പലതും സംബന്ധിച്ച വിദഗ്ധ ഉപദേശം അന്വേഷണ സംഘത്തിന് കൊടുക്കുന്നത് ഈ ബാലിസ്റ്റിക് വിദഗ്ധനാണ്. കോടതിയിൽ എക്സ്പെർട്ട് ബാലിസ്റ്റിക് വിറ്റ്നസ് ആയിട്ട് പോകുന്നതും ഇയാൾ തന്നെയായിരിക്കും. ബാലിസ്റ്റിക്സ് എന്നത് ഇന്ന് കാണുന്ന പോലെ ശാസ്ത്രീയ രൂപം ആർജിക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ കുറ്റാന്വേഷകർക്ക് ഒരു കാര്യം മനസ്സിലായിരുന്നു. ഒരു കൊലപാതകത്തിൽ തോക്ക് പോലെയുള്ള ആയുധങ്ങൾ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ സീൻ ഓഫ് ക്രൈമിൽ അതിന് ഒരു വെടിയുണ്ട, കാട്രിഡ്ജിൽ വെടിമരുന്നിന്റെ അംശം, അങ്ങനെ എന്തെങ്കിലും ഒരു രൂപത്തിൽ തെളിവുകൾ അവശേഷിക്കുമെന്നാണ്. ഇതിനെല്ലാം ശാസ്ത്രീയമായിട്ട് പരിശോധിക്കാൻ ആധികാരികമായിട്ടുള്ള മാർഗങ്ങൾ അന്ന് കണ്ടെത്തിയിരുന്നില്ല എന്ന് മാത്രം. ഇതിനൊരു മാറ്റം ഉണ്ടാകുന്നത് 1920കളിൽ കേണൽ കാൽവിൻ ഗൊദാർഡ് എന്നു പേരുള്ള ഒരു ആർമി ഫിസിഷ്യൻ ഫിലിപ്പ് ഗ്രാവൽ എന്നുള്ളൊരു കെമിസ്റ്റുമായി ചേർന്ന് നടത്തിയ ചില പഠനങ്ങൾക്ക് ശേഷമാണ്. ഫയർ ആംസ് എക്സാമിനേഷന് വേണ്ടി ആദ്യമായി ഒരു കമ്പാരിസൺ മൈക്രോസ്കോപ്പ് എടുത്ത് ഉപയോഗിക്കുന്നത് ഇവരാണ്. ഇവർ ചെയ്യുന്നത് ക്രൈം സീനിൽ നിന്ന് കണ്ടെടുത്ത ബുള്ളറ്റുകളും ആ കുറ്റകൃത്യത്തിൽ ഉപയോഗിക്കപ്പെട്ടത് എന്ന് കരുതുന്ന അതേ തോക്കുപയോഗിച്ച് നടത്തിയ ടെസ്റ്റ് ഫയറിങ്ങുകളിലെ വെടിയുണ്ടകളും തമ്മിൽ താരതമ്യപ്പെടുത്തുക എന്നതാണ്. വെടിയുണ്ടകൾ തോക്കുകളുടെ ബാരലുകളിൽ ഉരഞ്ഞുണ്ടാകുന്ന പോറലുകൾ അതോടെ കൃത്യമായിട്ട് വിഷ്വൽ മാച്ചിങ് നടത്താനായി. ബാലിസ്റ്റിക്സ് എന്നത് അതോടെ ആർക്കും എടുത്ത് ഉദ്ധരിക്കാവുന്ന ആധികാരിക തെളിവുകളായിട്ട് മാറി. ഈ പുതിയ സമീപനത്തിന് ശക്തി പരീക്ഷിക്കപ്പെട്ട ഒരു അവസരം അധികം വൈകാതെ വന്നു. 1929 വാലന്റൈൻസ് ദിനത്തിൽ ഷിക്കാഗോയിലെ നോർത്ത് ക്ലാർക്ക് സ്ട്രീറ്റിൽ 7 ചെറുപ്പക്കാരെ അജ്ഞാതരായിട്ടുള്ള ഒരു സംഘം അക്രമികൾ ചേർന്ന് ചൂരോട് ചേർത്ത് നിർത്തി വെടിവെച്ച് കൊന്നുകളഞ്ഞു. ഞൊടിയുടെ നേരം കൊണ്ട് പൂർത്തിയാക്കിയ ഈ കൂട്ടക്കൊലയ്ക്ക് എതിർച്ചയാ സാക്ഷ്യം വഹിക്കാൻ ഇടയായ ചിലർ പറഞ്ഞത് ഈ 7 പേരെയും വെടിവെച്ച് വീഴ്ത്തിയത് പോലീസ് വേഷത്തിലെത്തിയ ചിലർ ചേർന്നാണ് എന്നായിരുന്നു. അതോടെ ഉയർന്ന കുതൂഹലം ഈ കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ ഇനി ഷിക്കാഗോ പോലീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ആയിരുന്നു എന്നതായിരുന്നു. കുക്ക് കൗണ്ടിയിലെ കൊറോണർ ആയിരുന്ന ഹെർമൻ ബുണ്ടൻസൺ ഈ കേസിൽ ഉണ്ടാകാൻ ഇടയുണ്ടായിരുന്ന സ്വജന സംരക്ഷണത്തെ മറികടന്നുകൊണ്ട് കേസിലേക്ക് കാൽവിൻ ഗൊദാർദിനെ നേരിട്ട് ക്ഷണിക്കുന്നു. ഗൊദാർദ് നടത്തിയ പരിശോധനകളിലും വിശകലനങ്ങളിലും തെളിഞ്ഞത് ഈ വെടിവെപ്പിൽ ഉപയോഗിച്ച തോക്കുകൾ 2 തോംസൺ സബ്മെഷീൻ ഗണ്ണുകളും പിന്നെ ഒരു ഷോട്ട് ഗണ്ണുമാണ് എന്നാണ്. ഗൊദാർദ് അടുത്തായിട്ട് ചെയ്യുന്നത് ഷിക്കാഗോ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ പക്കലുണ്ടായിരുന്ന സകല തോംസൺ സബ്മെഷീൻ ഗണ്ണുകളും എടുത്ത് ടെസ്റ്റ് ഫയർ ചെയ്ത് നോക്കുകയാണ്. അതിൽ ഒരു തോക്കിന്റെ വെടിക്ക് പോലും ക്രൈം സീനിലേതുമായിട്ട് ഒരു തരത്തിലുള്ള സാമ്യങ്ങളും ഉണ്ടായിരുന്നില്ല. അതോടെ ഈ വെടിവെപ്പിന് പിന്നിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അല്ല എന്നത് ഉറപ്പായി. ഈ സംഭവം നടന്ന് മാസങ്ങൾക്ക് ശേഷം മിഷിഗണിൽ നടന്ന മറ്റൊരു വെടിവെപ്പിന് പിന്നാലെ അന്വേഷിച്ചു പിടിച്ചെന്ന പോലീസ് എത്തി നിൽക്കുന്നത് ഫ്രെഡ് ബുർക്ക് എന്നൊരാളുടെ വീട്ടിലാണ്. അവിടെ നിന്ന് 2 തോംസൺ സബ്മെഷീൻ ഗണ്ണുകൾ കണ്ടെടുക്കുന്ന പോലീസ് അവയെ ഗൊദാർദിന്റെ ഓഫീസിലേക്ക് കൊടുത്തയക്കുന്നു. ഈ 2 തോക്കുകളുടെയും ഫയറിംഗ് പാറ്റേണുകളിൽ നടത്തിയ വിശദമായിട്ടുള്ള സൂക്ഷ്മ പരിശോധനയിൽ ഈ 2 സബ്മെഷീൻ ഗണ്ണും ആ ആക്രമണത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് തെളിയുന്നു. ഇങ്ങനെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി ഫോറൻസിക് വിദഗ്ധരും ഡോക്ടർമാരും കെമിസ്റ്റുകളും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന് നടത്തിയ പല പല പഠനങ്ങൾ ഇന്ന് നമ്മൾ ഫോറൻസിക് സയൻസ് എന്ന് വിളിക്കുന്ന വിഷയത്തിന്റെ വിശാലമായ കുടക്കീഴിൽ പിന്നീട് ഒരുമിച്ച് വെച്ച് വിശകലനം ചെയ്യപ്പെട്ടു. അതിന്റെ ഫലമായി ഇതിനെയെല്ലാം ഏകോപിപ്പിക്കുന്ന ഒരൊറ്റ ആശയം ബലപ്പെട്ടു വന്നു. പിന്നീട് അങ്ങോട്ട് നടന്ന എല്ലാ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻസിന്റെയും കേന്ദ്രബിന്ദുവായിട്ട് നിലകൊണ്ടത് ഫ്രാൻസിലെ ലിയോൺ നഗരം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന സുപ്രസിദ്ധ ക്രിമിനോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ എഡ്മണ്ട് ലൊക്കാർഡ് മുന്നോട്ട് വെച്ച ഒരു തത്വമാണ്. അദ്ദേഹം അന്ന് ഒരൊറ്റ വാക്യത്തിൽ പറഞ്ഞു വെച്ച ആ തത്വം പിന്നീട് ലൊക്കാർഡ്സ് പ്രിൻസിപ്പിൾ ഓഫ് എക്സ്ചേഞ്ച് എന്ന പേരിൽ ഫോറൻസിക് സയൻസ് എന്ന ശാസ്ത്രശാഖയുടെ തന്നെ അടിസ്ഥാന ആപ്തവാക്യമായിട്ട് മാറി. ആ സിദ്ധാന്തം പറയുന്നത് വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യമാണ്. എവറി കോണ്ടാക്ട് ലീവ്സ് എ ട്രേസ്.
ലൊക്കാർഡ്സ് പ്രിൻസിപ്പിൾ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഒരാൾ ഒരു സ്ഥലത്തേക്ക് കടന്നു കയറി അവിടെ ഒരു കുറ്റകൃത്യം പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ അയാൾ എത്ര ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞാലും അയാളുടെ ശരീരത്തിലേക്ക് ഈ ക്രൈം സീനിൽ നിന്ന് എന്തെങ്കിലും ഒരു തെളിവ് പകർന്നു കിട്ടും. അതുപോലെ എന്തെങ്കിലും ഒരു തെളിവ് അയാളിൽ നിന്ന് ആ ക്രൈം സീനിലേക്കും പടർന്നു കയറും. ഇങ്ങനൊരു എക്സ്ചേഞ്ച് ഇല്ലാതെ ഒരു കുറ്റകൃത്യവും ഈ ലോകത്ത് സംഭവിക്കില്ല എന്ന് ഡോക്ടർ ലൊക്കാർഡ് വാദിച്ചു. അങ്ങനെ നോക്കുമ്പോൾ കുറ്റകൃത്യം നടക്കുന്ന ഇടത്ത് അജ്ഞാതമായ അദൃശ്യമായ ഒരു കരം പോലെ ഇങ്ങനെ ചില തെളിവുകൾ അവശേഷിക്കും. അത് ചിലപ്പോൾ പ്രതിയുടെ വിരലടയാളമാകാം, ഏതെങ്കിലും തരത്തിലുള്ള നാരുകളാകാം, പണിയായുധങ്ങളുടെയോ ആയുധങ്ങളുടെയോ ഒക്കെ പാടുകളാകാം, അല്ലെങ്കിൽ വെടിയുണ്ടകളോ ചോരക്കറകളോ അല്ലെങ്കിൽ തലമുടിയോ ഏതെങ്കിലും പ്രാണികളുടെ സാന്നിധ്യമോ ഒക്കെ ആകാനിടയുണ്ട്. ഇതൊന്നും പക്ഷേ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനാകണം എന്നില്ല. സീൻ ഓഫ് ക്രൈമിൽ നിന്ന് കൃത്യമായ മൈക്രോ സാമ്പിളുകൾ ശേഖരിച്ച് അതിവിശദമായ പരിശോധനകൾക്ക് അവയെ വിധേയമാക്കണം എന്ന് മാത്രം. 1910 തന്നെ ലിയോൺ പോലീസിൽ നിന്ന് തന്റെ ലബോറട്ടറി സ്ഥാപിക്കാൻ വേണ്ടി 2 മുറികളും 2 അസിസ്റ്റന്റുമാരെയും ഡോക്ടർ ലൊക്കാർഡ് തരപ്പെടുത്തിയിരുന്നു. അദ്ദേഹം അന്ന് ലിയോൺ പോലീസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ സ്ഥാപിച്ച ഈ 2 മുറി ലബോറട്ടറി ആകും ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ പോലീസ് ഫോറൻസിക്സ് ലാബ്. ക്രൈം സീനുകളിൽ നിന്നുള്ള സാമ്പിളുകളുടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കളക്ഷൻ, പ്രിസർവേഷൻ, തെളിവുകളുടെ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾ, വിശകലനങ്ങൾ ഇതെല്ലാം ലൊക്കാർഡിന്റെ ലാബിൽ നിരന്തരം നടന്നു പോന്നു. ലൊക്കാർഡിന്റെ ഈ തിയറിയുടെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ കൃത്യമായി ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്ന വളരെ ഉദ്വേഗജനകമായിട്ടുള്ള ഒരു കൊലപാതകം 1912 ലിയോണിൽ നടക്കുന്നു. സ്വന്തം വീട്ടിലെ കിടപ്പറയിൽ തികച്ചും അസ്വാഭാവികമായിട്ടുള്ള സാഹചര്യങ്ങളിൽ മരിച്ച നിലയിൽ കണ്ടെത്തപ്പെട്ടത് വെറും 18 വയസ്സ് മാത്രം പ്രായമുള്ള മേരി ലാറ്റൽ എന്നൊരു യുവതിയാണ്. സാമാന്യം സമ്പന്നമായ കുടുംബത്തിൽ ജനിച്ചു വളർന്ന മേരി സുന്ദരിയും പട്ടണത്തിൽ സാമാന്യം പ്രശസ്തയുമായിരുന്നു. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ ലിയോൺ പോലീസ് മാഗ്നിഫൈങ് ഗ്ലാസ് ഉപയോഗിച്ച് മൃതദേഹത്തെ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്നു. അതിന്റെ കഴുത്തിൽ അസാധാരണമായിട്ടുള്ള ചില പോറലുകൾ കണ്ടപ്പോൾ പോലീസ് ഒരു കാര്യം ഉറപ്പിച്ചു: ഇവരെ ആരോ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതാണ്. എന്നാൽ ആ വീട്ടിലേക്ക് ആരും തന്നെ അതിക്രമിച്ച് കയറിയതിന്റെ ഒരു ലക്ഷണങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ ഈ കൊലയാളി കൊല്ലപ്പെട്ട യുവതിക്ക് നല്ല പരിചയമുള്ള ആരെങ്കിലും ആകാനാണ് സാധ്യത. എന്നാൽ അതേസമയം മൃതദേഹത്തിൽ നിന്നോ മേരിയുടെ കിടപ്പറയിൽ നിന്നോ പ്രതിയുടേതെന്ന് കരുതാവുന്ന വിരലടയാളം ഒന്നുപോലും അന്വേഷണ സംഘത്തിന് കണ്ടെടുക്കാൻ സാധിച്ചിട്ടുമില്ല. ലിയോൺ സ്ട്രാംഗ്ലർ എന്ന് പത്രങ്ങൾ ഈ അജ്ഞാതനായ കൊലയാളിയെ അന്ന് വിളിക്കുന്നു. അപ്പോഴും പോലീസിന്റെ ശ്രദ്ധ ആകർഷിച്ച ഒന്ന് ആ സീൻ ഓഫ് ക്രൈമിൽ ഉണ്ടായിരുന്നു. മേരിയുടെ കാമുകനും പ്രതിഷ്ഠിത വരനുമായ എമിൽ ഗോർബിൻ. മേരിയുടെ ചേതനറ്റ ശരീരത്തിനരികിൽ ഇരുന്നു കൊണ്ട് വാവിട്ട് നിലവിളിച്ചുകൊണ്ടിരുന്ന എമിലിന്റെ പ്രകടനം ഒരിത്തിരി ഓവർ അല്ലേ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അന്ന് തോന്നുന്നു. അതോടെ അവനെ അവർ സംശയത്തിന്റെ നിഴലിലേക്ക് നീക്കി നിർത്തുന്നു. ബാങ്കിൽ ഗുമസ്തനായിരുന്ന ഗോർബിനും മേരിയും തമ്മിലുള്ള വിവാഹം നേരത്തെ പറഞ്ഞുറപ്പിച്ചിരുന്നുവെങ്കിലും അവർക്കിടയിൽ ചില പ്രശ്നങ്ങളും പുകഞ്ഞുകൊണ്ടിരുന്നതായിട്ട് അന്വേഷണ സംഘത്തിന് മനസ്സിലായിരുന്നു. പരിചയപ്പെടുന്നവരിൽ മിക്കവരോടും അടുത്തിടപഴകിയിരുന്ന മേരിയുടെ സ്വഭാവം പൊസസീവ്നെസിന്റെ ആശാനായിരുന്ന ഗോർബിന് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അതിന്റെ പേരിൽ അവർക്കിടയിൽ പലകുറി വഴക്കുകളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ചില വഴക്കുകളുടെ ചുരുക്കിൽ ഗോർബിനുമായിട്ടുള്ള വിവാഹം തന്നെ വേണ്ടെന്ന് വെക്കാൻ പോലും മേരി ആലോചിച്ചിരുന്നു. അതിസമ്പന്നയായ മേരിയുമായിട്ടുള്ള നടക്കുമെന്നുറപ്പിച്ചിരുന്ന വിവാഹം അലസാനുള്ള സാധ്യത, അതിൽ ഗോർബിൻ ഉണ്ടാകാനിടയുള്ള അനിഷ്ടം അയാളെ ഇങ്ങനൊരു കടുങ്കൈ ചെയ്യാൻ പ്രേരിപ്പിച്ചിരിക്കുമെന്ന് പോലീസ് അനുമാനിച്ചു. എന്നാൽ ഗോർബിന് മേൽ അങ്ങനെ ഒരു കൊലയാളി പരിവേഷം ചുമത്താൻ സാധിക്കാത്തത്ര വാട്ടർ ടൈറ്റ് ആയിട്ടുള്ള 1-ലധികം പേരുടെ അലിബി അയാളുടെ പക്കലുണ്ടായിരുന്നു. പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ അയാൾ പറയുന്നത് സംഭവം നടക്കുന്ന അന്ന് രാത്രി ഈ സംഭവം നടക്കുന്ന മേരിയുടെ വീട്ടിൽ നിന്ന് മൈലുകൾക്കപ്പുറമുള്ള ഒരു സ്നേഹിതന്റെ വീട്ടിൽ മറ്റു സുഹൃത്തുക്കൾക്കൊപ്പം താൻ മദ്യപിച്ച് ബെസിക് എന്ന പേരിൽ ഫ്രാൻസിൽ ജനപ്രിയമായിട്ടുള്ള ഒരു കാർഡ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ്. ഏതാണ്ട് അർദ്ധരാത്രിക്ക് തൊട്ടു മുമ്പുള്ള സമയത്തായിരിക്കും മേരി കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക എന്നായിരുന്നു കൊറോണറുടെ പ്രേതപരിശോധന റിപ്പോർട്ട്. എന്നാൽ അന്നേ ദിവസം രാത്രി 1 മണി വരെ ഗോർബിൻ മറ്റെവിടെയും പോകാതെ തങ്ങൾക്കൊപ്പം ഇരുന്ന് ചീട്ട് കളിക്കുകയായിരുന്നുവെന്ന് ഗോർബിന്റെ 1-ലധികം സ്നേഹിതർ മൊഴി നൽകുന്നു. അതോടെ പോലീസ് പെട്ടുപോകുന്നു. ഗോർബിൻ അല്ലാതെ മറ്റൊരു പ്രതി അവർക്ക് മുന്നിൽ നിലവിലില്ല. ഗോർബിനെ ആ സീൻ ഓഫ് ക്രൈമിൽ കുറ്റം നടന്ന സമയത്ത് പ്രതിഷ്ഠിക്കാൻ പോകുന്ന കാര്യമായ തെളിവുകളൊന്നും തന്നെ പോലീസിന്റെ കയ്യിൽ തടഞ്ഞിട്ടുമില്ല. വിശേഷിച്ച് ഒരു ശാസ്ത്രീയ കുറ്റാന്വേഷണ മാർഗങ്ങളും പോലീസിന്റെ പക്കൽ ഇല്ലാതിരുന്ന 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യപാദത്തിൽ ഈ സാഹചര്യം എന്തുകൊണ്ടും ഗോർബിന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പുറത്തിറങ്ങാനുള്ള സാധ്യത കൊടുക്കുന്നതായിരുന്നു. അങ്ങനെ ഒരു തുമ്പും കിട്ടാതെ വഴിമുട്ടിയ അവസരത്തിലാണ് ഒടുവിൽ കേസ് ഡോക്ടർ എഡ്മണ്ട് ലൊക്കാർഡിലേക്ക് എത്തിച്ചേരുന്നത്. ലൊക്കാർഡ് സീൻ ഓഫ് ക്രൈമിലെത്തി മേരിയുടെ ശരീരം വളരെ ക്ലോസ് ആയിട്ട് പരിശോധിച്ചപ്പോൾ നേരത്തെ ഓട്ടോപ്സി ചെയ്ത കൊറോണർ കണ്ട അതേ പോറലുകൾ ലൊക്കാർഡും തന്റെ മാഗ്നിഫൈങ് ഗ്ലാസിൽ കണ്ടു. എന്നാൽ കൊറോണർ പോകാതിരുന്ന ഒരു വഴിക്ക് അതിനുശേഷം ലൊക്കാർഡ് പോയി. പ്രൈം സസ്പെക്ട് ആയിട്ടുള്ള ഗോർബിനെ അദ്ദേഹം തന്റെ ലാബിലേക്ക് വിളിപ്പിച്ചു. സാധാരണ പോലീസിന്റെ ചോദ്യം ചെയ്യലുകൾക്കും പരിശോധനകൾക്കും ഒക്കെ വിരുദ്ധമായിട്ടുള്ള രീതികളായിരുന്നു ലൊക്കാർഡിന്റേത്. ഗോർബിന്റെ നേരെ മുന്നിൽ കസേരയിട്ടിരിക്കുന്ന അദ്ദേഹം അതിസൂക്ഷ്മമായിട്ട് കയ്യിലെടുത്ത് പരിശോധിക്കുന്നത് ഗോർബിന്റെ കൈവിരലുകൾ, വിശേഷിച്ച് നഖങ്ങളായിരുന്നു. ഒറ്റ നോട്ടത്തിൽ പുറത്തുനിന്ന് ആരെങ്കിലും നോക്കിയാണെങ്കിൽ ഫ്രാൻസിലെ ഏറ്റവും കൂർമ്മബുദ്ധിയായിട്ടുള്ള ഡിറ്റക്റ്റീവ് ഡോക്ടർ എഡ്മണ്ട് ലൊക്കാർഡ്
ഈ കേസിലെ പ്രൈം സസ്പെക്റ്റ് ആയിട്ടുള്ള ഗോർബിന് ഒരു ഒന്നാന്തരം മാനിക്യൂർ നൽകുകയാണ് എന്ന് ആരും കരുതൂ. എന്നാൽ ഏറെ നേരമെടുത്ത് ഗോർബിന്റെ കൈവിരലിലുള്ള നഖങ്ങൾ പരിശോധിച്ച ലൊക്കാർഡ് തന്റെ സ്കാൽപ്പൽ കൊണ്ട് ആ നഖങ്ങൾക്കടിയിൽ നിന്ന് എന്തോ ചുരണ്ടിയെടുക്കുന്നു. ലൊക്കാർഡ് എന്താണ് ചെയ്തത് എന്ന് അപ്പോൾ ആർക്കും തന്നെ മനസ്സിലായില്ല. കുതൂഹലം നിറഞ്ഞ കണ്ണുകളോടെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന അവരെ നോക്കി അപ്പോൾ ലൊക്കാർഡ് പറഞ്ഞത്, എല്ലാവരും ക്ഷമിക്കണം, എനിക്കൊരല്പസമയം ഈ സാമ്പിളും കൊണ്ട് എൻ്റെ ലബോറട്ടറിയിൽ ചെലവിടേണ്ടതുണ്ട്. തിരികെ വരുമ്പോൾ നിങ്ങൾക്കൊരു ഉത്തരം നൽകാൻ എനിക്കാവുമെന്ന് ഞാൻ കരുതുന്നു എന്നായിരുന്നു. ഗോർബിന്റെ നഖത്തിനടിയിൽ നിന്ന് കണ്ടെടുത്ത തരികളെ തന്റെ മൈക്രോസ്കോപ്പിന്റെ ചൂടെ വെച്ച് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്ന ലൊക്കാർഡ് അതിൽ മനുഷ്യ രക്തത്തിന്റെയും തൊലിയുടെയും അംശങ്ങൾ കണ്ടു. പക്ഷെ അതുകൊണ്ട് കേസിൽ വിശേഷിച്ച കാര്യമില്ല. കാരണം അത് രണ്ടും ഗോർബിൻ സ്വന്തം ദേഹത്ത് ചൊറിഞ്ഞാലും നഖത്തിനടിയിൽ വന്നു പെടാൻ സാധ്യതയുണ്ട്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഫോറൻസിക് സാങ്കേതിക വിദ്യ അത്രയ്ക്ക് പുരോഗതി പ്രാപിച്ചിട്ടില്ല. അന്നിങ്ങനെ തൊലിയുടെയോ രക്തത്തിന്റെയോ ഒക്കെ ഒരു സാമ്പിൾ കിട്ടിയാൽ അത് ആരുടേതാണ് എന്ന് വേർതിരിച്ചറിയാനുള്ള ടെക്നോളജി ഇല്ല. എന്നാൽ ലൊക്കാർഡ് അത്ര എളുപ്പത്തിൽ തോൽവി സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. മൈക്രോസ്കോപ്പിന്റെ ചൂട്ടിൽ വെച്ച് അദ്ദേഹം ആ സാമ്പിളുകളെ കുറെ കൂടി വിശദമായി പരിശോധിച്ചു. അപ്പോൾ ഈ സ്കിൻ സാമ്പിളിന്റെ പുറത്ത് എന്തോ ഒരു പിങ്ക് പൗഡറിന്റെ കോട്ടിംഗ് ഉള്ളതായിട്ട് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിനെ അദ്ദേഹം രാസപരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ ആ പൗഡറിൽ ബൈൻഡിങ് ഏജന്റ് അഥവാ പറ്റിപ്പിടിച്ചിരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഘടകമായിട്ടുള്ള മഗ്നീഷ്യം സ്റ്റെറേറ്റ്, സൺസ്ക്രീൻ എലിമെന്റ് ആയിട്ടുള്ള സിങ്ക് ഓക്സൈഡ്, തിളങ്ങുന്ന സ്വഭാവമുള്ള ബിസ്മൗത്ത് എന്ന ഒരു ധാതു, പിങ്ക് നിറം പകരുന്ന ഒരുതരം അയൺ ഓക്സൈഡ്, പിന്നീട് റൈസ് പൗഡർ എന്നിങ്ങനെ പലതുമാണ് ഉള്ളത് എന്ന് തെളിഞ്ഞു. ഇത്രയും ചേരുവകൾ ഉള്ളത് എന്തിനാണ് എന്ന് അന്വേഷിച്ച ലൊക്കാർഡിന്റെ മനസ്സിൽ ഒരു ലഡ്ഡു പൊട്ടുന്നു. ഈ പറഞ്ഞതൊക്കെയും അന്ന് ഫ്രാൻസിലെ സ്ത്രീകൾ ഉപയോഗിച്ചിരുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ അടിസ്ഥാന ഘടകങ്ങളാണ്. ഈ 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യപാദം എന്ന് പറയുന്നത് സൗന്ദര്യ വസ്തുക്കൾ സമ്പന്നർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാലമായിരുന്നു. എന്നാലും അതൊന്നും ഇന്നത്തെ പോലെ മാസ് പ്രൊഡ്യൂസ്ഡ് ആയിരുന്നില്ല. ഈ ഫേസ് പൗഡറിന്റെ കെമിക്കൽ കൺകോക്ഷൻ വെച്ച് അദ്ദേഹം അത് നിർമ്മിച്ച കോസ്മെറ്റോളജിസ്റ്റ് ആയിട്ടുള്ള കെമിസ്റ്റിനെ തിരഞ്ഞു പിടിക്കുന്നു. ആ കെമിസ്റ്റ് ആണെങ്കിൽ താൻ ആ ഒരു പ്രത്യേക കൂട്ടുപയോഗിച്ച് ഫേസ് പൗഡർ ഉണ്ടാക്കി നൽകിയത് മിസ് മേരി ലാറ്റലിന് വേണ്ടിയാണ് എന്നും സ്ഥിരീകരിക്കുന്നു. അതോടെ പോലീസ് മേരിയുടെ മുറി വീണ്ടും ഒരിക്കൽ കൂടി വിശദമായി ചികഞ്ഞു പരിശോധിക്കുന്നു. അവർ അവിടെ നിന്നും ഇതേ പൗഡറിന്റെ അംശങ്ങൾ കണ്ടെടുക്കുന്നു. ഇതോടെ പോലീസിന് ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്ന അവസാനത്തെ സംശയവും തീർന്നു കിട്ടുന്നു. ഇത്രയും തെളിവുകൾ കയ്യിൽ തടഞ്ഞതോടെ പോലീസ് അതെല്ലാം നിരത്തി ഗോർബിനെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യുന്നു. ആ സമ്മർദ്ദത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ അയാൾ കുറ്റം സമ്മതിച്ചു. തന്റെ കാമുകിയും പ്രതിശ്രുത വധുവുമായിരുന്ന മേരി ലാറ്റലിനെ താൻ തന്നെ കഴുത്തി ഞെരിച്ച് കൊന്നുകളഞ്ഞതാണ്. വളരെ ആലോചിച്ച് പ്ലാൻ ചെയ്ത് തന്നെ നടപ്പിലാക്കിയ ഒരു കൊലപാതകം. കൂട്ടുകാരോടൊപ്പം വന്ന് മദ്യപിച്ചതും ചീട്ട് കളിക്കാൻ ഇരുന്നതുമൊക്കെ അയാളുടെ ആ പ്ലാനിന്റെ ഭാഗമായിരുന്നു. ഏറ്റവും കൗതുകരമായിട്ടൊരു വസ്തുതയുള്ളത് അന്ന് രാത്രി തന്റെ കൂട്ടുകാരെ കൂടി ഗോർബിൻ പറ്റിച്ചു എന്നുള്ളതാണ്. കളിച്ചുകൊണ്ടിരിക്കെ കൂട്ടുകാർ കാണാതെ ഗോർബിൻ ആ മുറിക്കുള്ളിലെ ക്ലോക്ക് 2 മണിക്കൂർ മുന്നോട്ടാക്കി വെച്ചു. ഒടുവിൽ രാത്രി 1 മണിക്ക് എന്ന് കരുതി അവരെല്ലാവരും ഉറങ്ങാൻ കിടന്നത് രാത്രി 11 മണിയോടെ മാത്രമായിരുന്നു. കൂട്ടുകാരെല്ലാവരും ഒരേപോലെ മദ്യപിച്ച് ബോധം മറഞ്ഞു എന്ന് ഉറപ്പായതോടെ ഗോർബിൻ പതിയെ വീട് വിട്ടിറങ്ങി മേരിയുടെ വീട്ടിലെത്തുന്നു. അവളെ മുട്ടി വിളിച്ച് സംസാരിക്കാനെന്നും പറഞ്ഞ് അകത്തുപോയ ശേഷമാണ് ഗോർബിൻ അവളെ കഴുത്തിയരിച്ച് കൊന്നുകളഞ്ഞത്. വിവാഹം വേണ്ടെന്ന് വെക്കാൻ തുനിഞ്ഞ മേരിയെ അന്ത്യപേരിലുണ്ടായ ക്രോധത്തിൽ ഇല്ലാതാക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഗോർബിൻ. നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സൗന്ദര്യവർദ്ധക വസ്തു കോടതിക്ക് മുന്നിൽ തെളിവായിട്ട് വരുന്നത് ഈ മേരി ലാറ്റൽ വധക്കേസിന്റെ വിചാരണയ്ക്കിടയിലാണ്. ഇങ്ങനെ ഡോക്ടർ ലൊക്കാർഡ് മുന്നോട്ട് വെച്ച തെളിവുകളുടെ ബലത്തിൽ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ഗോർബിൻ അധികം വൈകാതെ കഴിവേറ്റപ്പെടുകയും ചെയ്തു. ലൊക്കാർഡ് പ്രാഥമികമായിട്ട് ഫോർമുലേറ്റ് ചെയ്തു വെച്ച തത്വങ്ങളെ പ്രായോഗിക തലത്തിൽ കുറെക്കൂടി വ്യക്തതയോടെ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത് പ്രസിദ്ധ അമേരിക്കൻ ഫോറൻസിക് സയന്റിസ്റ്റായ പോൾ ലെലാൻഡ് കിർക്കാണ്. ഒരു ക്രിമിനൽ വെക്കുന്ന ഓരോ കാലടിയും, അയാൾ ചെന്ന് തൊടുന്ന ഓരോ ഇടവും, അയാൾ പിന്നിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഓരോ വസ്തുവും അതിന് ബോധപൂർവമാണെങ്കിലും അല്ലെങ്കിലും അയാൾക്കെതിരെ നിശബ്ദമായിട്ട് സാക്ഷി പറയുമെന്ന് കിർക്ക് വാദിച്ചു. അത് വിരലടയാളങ്ങളിലോ കാലടിപ്പാടുകളിലോ ഒന്നും ഒതുങ്ങി നിൽക്കുന്നില്ല. ചിലപ്പോൾ അതൊരു തലമുടി ഇഴയാകാം, ധരിച്ച വസ്ത്രത്തിൽ നിന്ന് പിന്നി വന്ന ഒരു തുണിനാരാകാം, ഒരു ചില്ലിന്റെ തരിയാകാം, ഉണങ്ങിപ്പിടിച്ച ഒരു തുള്ളി രക്തമാകാം, അല്ലെങ്കിൽ രേതസിന്റെ ഒരു കണിക പോലുമാകാം. എന്തായാലും അതെല്ലാം കോടതിയിലെത്തി ഇതേ പ്രതിക്കെതിരെ സാക്ഷി പറയും. ഇങ്ങനെയുള്ള തെളിവുകൾക്ക് ഒരു ഗുണമുള്ളത് വികാര വിക്ഷോഭങ്ങൾ അവയെ ആശയക്കുഴപ്പത്തിൽ ചാടിക്കില്ല എന്നുള്ളതാണ്. സാക്ഷികൾ എത്ര മൊഴിമാറ്റി പറഞ്ഞാലും ഫോറൻസിക് തെളിവുകൾ അവശേഷിക്കും. ഒരിക്കൽ കോടതി സമക്ഷം വെച്ച ഫോറൻസിക് തെളിവുകൾ പിന്നെ ഒരു കാലത്തും മാറുന്നില്ല. അവയെ കൃത്രിമത്വം കാണിക്കാനുമാവില്ല, അവയെ ഒരു തരത്തിലും സ്വാധീനിക്കാനാവില്ല. ഫോറൻസിക് തെളിവുകൾ കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്നതിന് ഒരേ ഒരു തടസ്സമേ ഉള്ളൂ. അത് ക്രൈം സീനിൽ നിന്ന് ഈ തെളിവുകളെ കൃത്യമായി കണ്ടെടുത്ത് പ്രിസർവ് ചെയ്ത് മനസ്സിലാക്കി വേണ്ട വിധത്തിൽ വിശകലനം ചെയ്ത് കോടതിക്ക് മുൻപാകെ എത്തിക്കുന്നതിൽ അന്വേഷകർക്ക് വരുന്ന വീഴ്ച മാത്രമാണ്. അന്ന് ലൊക്കാർഡ് മുന്നോട്ട് വെച്ച ഇതേ അടിസ്ഥാന തത്വമാണ് പിന്നീട് അങ്ങോട്ട് ക്രൈം സീൻ ഇൻവെസ്റ്റിഗേഷനുകളുടെ സ്റ്റാൻഡേർഡ് ഓപ്പറേഷണൽ പ്രൊസീജിയറുകൾ പലതിനും രൂപം കൊടുത്തത്.
അതുകൊണ്ടാണ് ഇന്ന് എവിടെയെങ്കിലും ഒരു കുറ്റകൃത്യം നടന്ന് അവിടേക്ക് പോലീസ് എത്തിച്ചേരുമ്പോൾ അവരാദ്യം തന്നെ സീൻ ഓഫ് ക്രൈം ബാരിക്കേഡ് ചെയ്ത് ഫോറൻസിക് തെളിവുകൾ കണ്ടാമിനേറ്റ് ആകാതെ സുരക്ഷിതമാക്കാൻ ശ്രമിക്കുന്നത്. പിന്നാലെ ഫോറൻസിക് സംഘം എത്തുമ്പോൾ അവർക്ക് ആ സീൻ ഓഫ് ക്രൈം കൈമാറുന്നത്. വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഈ അപ്രോച്ച് ഒരു നൂറ്റാണ്ട് മുമ്പേ തുടങ്ങി വെച്ചത് ലൊക്കാർഡാണ്. അദ്ദേഹം വിഭാവനം ചെയ്ത അതേ സങ്കല്പം തന്നെയാണ് ഇന്ന് പലതരത്തിലും വികാസം പ്രാപിച്ചിട്ടുള്ള ആധുനിക ഫോറൻസിക് സയൻസ് പ്രക്രിയയുടെ എല്ലാം അടിത്തറയായിട്ടുള്ളത്. ഫോറൻസിക് സയൻസിന്റെ ചരിത്രം പൂർണ്ണമാവണമെങ്കിൽ അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ബ്രാഞ്ചുകളിലൊന്നായ ഫോറൻസിക് താനാറ്റോളജിയെ കുറിച്ച് കൂടി പറഞ്ഞു വെച്ചേ മതിയാകൂ. ഇതുവരെ പറഞ്ഞ ഉപവിഭാഗങ്ങളെല്ലാം തന്നെ ഫോറൻസിക് എക്സ്പെർട്ടുകൾ എങ്ങനെയാണ് ഒരു കുറ്റവാളിയെ കണ്ടെത്തുന്നത് എന്നതിനെക്കുറിച്ചായിരുന്നുവെങ്കിൽ മരണശേഷം മനുഷ്യ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് താനാറ്റോളജി പറയുന്നത്. മരണമെന്ന് പറഞ്ഞാൽ സ്വിച്ചിട്ട പോലെ ഒരൊറ്റ നിലച്ചുപോലല്ല. നമ്മുടെ പ്രാണൻ ശരീരത്തിൽ നിന്ന് വേർപെട്ട് പോകുന്ന നിമിഷം, അതായത് ടൈം ഓഫ് ഡെത്തിൽ തന്നെ നമ്മുടെ ബയോളജിക്കൽ പ്രോസസ്സുകൾ നിന്നു പോകുന്നില്ല. മരണത്തെ ഫോറൻസിക് സയൻസ് കാണുന്നത് ഒരൊറ്റ നിമിഷമായിട്ടല്ല, ഒരു പ്രക്രിയ എന്ന മട്ടിലാണ്. ഫ്രഞ്ച് അനാട്ടമിസ്റ്റും പാത്തോളജിസ്റ്റുമായ ഡോക്ടർ സേവിയർ ബിഷാറ്റ് മരണത്തെ നിർവചിക്കുന്നത് ദ ഫെയിലിയർ ഓഫ് സർക്കുലേഷൻ, റെസ്പിറേഷൻ ആൻഡ് നെർവസ് ആക്ടിവിറ്റി എന്നാണ്. അതായത് രക്തചംക്രമണവും ശ്വാസോച്ഛ്വാസവും നാഡീസ്പന്ദനവും ഒരുമിച്ച് നിലയ്ക്കുന്ന അവസ്ഥ എന്ന്. ഇത് മൂന്നും സംഭവിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ മരിച്ചു എന്ന് പറയാം. എന്നാൽ ആ നിമിഷം കഴിഞ്ഞാലും മനുഷ്യ ശരീരത്തിന് ഭൗതികമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കും. ഈ മാറ്റങ്ങൾ ആർക്കും തിരുത്തിക്കുറിക്കാനാവാത്ത, ഫാബ്രിക്കേറ്റ് ചെയ്യാനാവാത്ത പല ഇൻഫർമേഷനും നമുക്ക് തരും. മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഒരു പ്രത്യേക തോതിൽ പതുക്കെ തണുത്ത് മരവിച്ചു പോകും. നമ്മുടെ ശരീരത്തിൽ അവശേഷിക്കുന്ന രക്തം ഗുരുത്വബലത്തിൽ ദേഹത്തിന്റെ കീഴ്ഭാഗങ്ങളിലേക്ക് വന്നടിയും. കുറച്ചു നേരത്തേക്ക് നമ്മുടെ പേശികൾ ഒന്ന് മുറുകും, വീണ്ടും അതായും. ഈ മാറ്റങ്ങൾ നിരീക്ഷിക്കുന്ന ഒരു ഫോറൻസിക് വിദഗ്ധന് മരണം നടന്ന സമയം ഏതാണ്ട് ഊഹിച്ചു പറയാനാവും. മരിച്ച ശേഷം ആ ശരീരം എങ്ങോട്ടെങ്കിലും വലിച്ചു നീക്കുകയോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ എന്നും മനസ്സിലാകും. എന്ന് മാത്രമല്ല, മരിച്ച വ്യക്തിയുടെ ദേഹത്തുള്ള മുറിവുകൾ ആന്റിമോർട്ടമാണോ പോസ്റ്റ്മോർട്ടമാണോ, അതായത് മരിക്കും മുമ്പേറ്റതാണോ അതോ ശേഷം ഉണ്ടായതാണോ എന്നും പറയാനാകും. ജീവൻ ഉണ്ടായിരുന്നപ്പോൾ ഏറ്റ മുറിവുകൾക്ക് ബ്ലീഡിങ്ങും ടിഷ്യൂ റെസ്പോൺസും സാക്ഷ്യം പറയും. മരിച്ച ശേഷം ഏൽക്കുന്ന മുറിവുകൾക്ക് ഇത് രണ്ടും ഉണ്ടാവില്ല. ഈ രണ്ടു തരത്തിലുള്ള മുറിവുകളും തമ്മിൽ ഒരു ഫോറൻസിക് വിദഗ്ധനെ കണ്ടാൽ കൃത്യമായി മനസ്സിലാകും എന്നതുകൊണ്ട് മരിച്ച ശേഷം ഒരു വ്യക്തിയുടെ ദേഹത്ത് മുറിവുകൾ ഉണ്ടാക്കി അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന് ആരെങ്കിലും കരുതുകയാണെങ്കിൽ അത് സാധിക്കില്ല. ഈ തെളിവുകളുടെ മറ്റൊരു ഗുണം അത് സാക്ഷിമൊഴികളെയോ കുറ്റസമ്മതങ്ങളെയോ ഒന്നും ആശ്രയിച്ചല്ല ഇരിക്കുന്നത് എന്നതുകൂടിയാണ്. ഒരാൾ കൊല്ലപ്പെടുന്ന കേസിൽ ആ സംഭവത്തിന് ആരും തന്നെ ദൃക്സാക്ഷി ഇല്ലായിരുന്നു എങ്കിൽ പോലും കൊല്ലപ്പെട്ട വ്യക്തിയുടെ മൃതദേഹം അവിടെ നടന്ന സംഭവങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന തെളിവുകൾ ഒരാൾക്കും മായ്ക്കാനാവാത്ത വിധത്തിൽ അതിൽ രേഖപ്പെടുത്തി വയ്ക്കും. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ജീവിച്ചിരുന്ന വിശ്വപ്രസിദ്ധ ബ്രിട്ടീഷ് ഫോറൻസിക് പാത്തോളജിസ്റ്റായ ഡോക്ടർ ബെർണാഡ് സ്പിൽസ്ബറി നടത്തിയ ഒരു നിരീക്ഷണം താനാറ്റോളജിയുടെ കാര്യത്തിൽ വളരെ പ്രസക്തമാണ്. ദ ഡെഡ് ഡു നോട്ട് ലൈ, എറേഴ്സ് അറൈസ് ഓൺലി വെൻ their signs are misread. മരിച്ചവർ കള്ളം പറയാറില്ല, അവർ നൽകുന്ന അടയാളങ്ങൾ വേണ്ട പോലെ വായിച്ചെടുക്കുന്നതിൽ മാത്രമാണ് നമുക്ക് പിഴച്ചു പോകാറുള്ളത്. ആധുനിക ഫോറൻസിക് സയൻസിന്റെ ഏറ്റവും വിപ്ലവകരമായ കണ്ടെത്തലുകളിലൊന്ന് DNA ഫിംഗർ പ്രിന്റിംഗ് എന്ന സാങ്കേതിക വിദ്യയാണ്. 80കളുടെ പകുതിയിൽ സുപ്രസിദ്ധ ബ്രിട്ടീഷ് ജനിതക ശാസ്ത്രജ്ഞനായ സർ അലക് ജെഫ്രീസ് ആണ് ഇങ്ങനെ ഒന്ന് വികസിപ്പിച്ചെടുക്കുന്നത്. സമജാത ഇരട്ടകൾ ഒഴികെ ഈ ലോകത്ത് മറ്റാർക്കും തന്നെ ഒരുപോലെയുള്ള DNA പ്രൊഫൈലുകൾ ഉണ്ടാകില്ല എന്നതാണ് ഈ ടെക്നിക്കിന്റെ അടിസ്ഥാനം. സീൻ ഓഫ് ക്രൈമിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ഒരു ബയോളജിക്കൽ സാമ്പിൾ, ഉദാഹരണത്തിന് രക്തം, വേർപ്പുതുള്ളി, മൂത്രം, മുടി, അങ്ങനെ എന്തെങ്കിലും ഒരു സാമ്പിൾ സംശയത്തിന്റെ നിലയിലുള്ള വ്യക്തിയുടെ DNA സാമ്പിളുമായിട്ട് താരതമ്യം ചെയ്യുകയാണെങ്കിൽ DNA പ്രൊഫൈലിംഗ് വഴി അത് ആ വ്യക്തിയുടേത് തന്നെയാണോ എന്ന് സംശയരഹിതമായിട്ട് സ്ഥാപിക്കാൻ ഇന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യയ്ക്ക് സാധിക്കും. അങ്ങനെ ഇന്നൊരു നിരപരാധിയെ കുറ്റവിമുക്തനാക്കാനും കുറ്റവാളിയെ കോടതി സംശയം കൊണ്ട് നിർത്താനും DNA ഫിംഗർ പ്രിന്റിന് സാധിക്കും. ഈ രീതി ആദ്യമായി പ്രയോഗിക്കപ്പെട്ടത് ഇംഗ്ലണ്ടിലെ ലീസ്റ്റർഷെയർ കൗണ്ടിയിൽ ഒന്നിനു പിന്നാലെ ഒന്നായി നടന്ന 2 കൊലപാതകങ്ങളുടെ അന്വേഷണത്തിനിടയിലാണ്. ആദ്യത്തെ സംഭവം നടക്കുന്നത് 1983 നവംബർ 21-നാണ്. ബേബി സിറ്റിംഗ് ജോലിക്ക് ശേഷം വീട്ടിലേക്കൊരു ഷോർട്ട് കട്ട് എടുത്ത 15-കാരി ലിൻഡ മാൻ അന്ന് വീട്ടിലെത്തുന്നില്ല. പരിഭ്രാന്തരായിട്ടുള്ള വീട്ടുകാർ രാത്രി മുഴുവൻ നടത്തിയ തിരച്ചിലിനൊടുവിൽ അടുത്ത ദിവസം രാവിലെ ലിൻഡയുടെ മൃതദേഹം വിജനമായ റോഡിന്റെ ഫുട്പാത്തിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെടുക്കപ്പെട്ടു. അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത ശേഷം കഴുത്തിയരിച്ച് കൊന്നുകളഞ്ഞതായിരുന്നു ലിൻഡയെ ആരോ. മൃതദേഹത്തിൽ നടത്തിയ ഫോറൻസിക് പരിശോധനയിൽ ലിൻഡയുടെ ജനനേന്ദ്രിയത്തിൽ ഒരു പുരുഷ ശുക്ലത്തിന്റെ സാമ്പിളുകൾ കണ്ടെടുത്തു. അതിൽ നടത്തിയ പരിശോധനയിൽ ഒരു പ്രത്യേകതരം എൻസൈം പ്രൊഫൈലുള്ള എ ഗ്രൂപ്പ് രക്തമുള്ള ഒരാളാണ് അക്രമിയെന്ന് പോലീസിന് മനസ്സിലായി. ഈ കോമ്പിനേഷൻ ശരിക്കും ആകെ 10% പുരുഷന്മാർക്ക് മാത്രമുള്ളതാണ്. എന്നാലും വേറെ തെളിവൊന്നും കിട്ടാതിരുന്നതുകൊണ്ട് ലിൻഡ മർഡർ കേസിന്റെ അന്വേഷണം ആഴ്ചകൾക്ക് ശേഷം വഴിമുട്ടി നിന്നുപോകുന്നു. ഈ ഒരു സംഭവം നടന്ന് 3 വർഷത്തിന് ശേഷം 1986 ജൂലൈ 31-ന് ഡോൺ ആഷ്വർത്ത് എന്ന മറ്റൊരു 15-കാരി ഒരു സുഹൃത്തിനെ കണ്ട് മടങ്ങിപ്പോകും വഴി ഇതുപോലെ തന്നെ അപ്രത്യക്ഷയാവുന്നു.
അവളുടെ മൃതദേഹവും സമാനമായ സാഹചര്യങ്ങളിൽ മറ്റൊരു വിജനമായ പൊതുസ്ഥലത്ത് നിന്ന് 2 ദിവസത്തിന് ശേഷം കണ്ടെടുക്കുന്നു. അവളും ക്രൂരമായി മർദ്ദിക്കപ്പെട്ടിരുന്നു, ബലാത്സംഗം ചെയ്യപ്പെട്ടിരുന്നു, കഴുത്തിയരിച്ച് തന്നെയാണ് അവളെയും കൊന്നിട്ടുള്ളത്. ഫോറൻസിക് അനാലിസിസിൽ നേരത്തെ ലിൻഡ എന്ന പെൺകുട്ടി കൊല്ലപ്പെട്ട കേസിൽ കണ്ട അതുപോലെ തന്നെയുള്ള എ ബ്ലഡ് ഗ്രൂപ്പ്, ഒരു പ്രത്യേകതരം എൻസൈം പ്രൊഫൈൽ, ഇതൊക്കെയും തെളിഞ്ഞു വന്നു. അതോടെ ഈ 2 കൊലപാതകങ്ങളും ഒരേ കൊലയാളിയാണ് ചെയ്തത് എന്ന് ഏതാണ്ട് ഉറപ്പായി. ഈ കൊല്ലപ്പെട്ട 2 പെൺകുട്ടികളും പഠിച്ചിരുന്നത് ഒരേ സ്കൂളിൽ തന്നെയാണ് എന്നതും ഇതൊരു സീരിയൽ കില്ലറിന്റെ പണിയാണെന്ന സംശയത്തിന് വീര്യം പകർന്നു. തുടക്കത്തിൽ പോലീസിന് സംശയം ചെല്ലുന്നത് റിച്ചാർഡ് എന്ന പഠന വൈകല്യങ്ങളുള്ള ഒരു ലോക്കൽ ടീനേജറുടെ നേർക്കാണ്. സത്യത്തിൽ റിച്ചാർഡ് ഈ കേസിൽ നിരപരാധി ആയിരുന്നുവെങ്കിലും പോലീസിന്റെ ചോദ്യം ചെയ്യലിന്റെ കടുപ്പം കാരണം അവൻ 2ാമത്തെ കൊലപാതകം ചെയ്തത് താനാണ് എന്ന് സമ്മതിക്കുന്നു. അപ്പോഴും ആദ്യത്തെ പെൺകുട്ടിയെ താനല്ല കൊന്നത് എന്ന് അവൻ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അത് വലിയ ആശയക്കുഴപ്പമുണ്ടാക്കി. ഫോറൻസിക് തെളിവുകൾ പ്രകാരം ഈ 2 കൊലകളും ചെയ്തത് ഒരേ വ്യക്തി തന്നെയാണ്. 2ാമത്തെ ആളെ കൊന്നത് താനാണ് എന്ന് റിച്ചാർഡ് പറയുന്നുണ്ടെങ്കിലും ആദ്യത്തെ വ്യക്തിയെ കൊന്നത് താനല്ല എന്ന സ്റ്റാൻഡിൽ തന്നെ അയാൾ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ എവിടെയോ എന്തോ പന്തികേടുണ്ട് എന്നുറപ്പാണ്. എന്തായാലും അങ്ങനെ ഈ കേസിന്റെ അന്വേഷണവും അധികം വൈകാതെ വഴിമുട്ടിപ്പോകുന്നു. 1987 ലീസ്റ്റർ പോലീസ് ഈ കേസിൽ അത്യസാധാരണമായിട്ടുള്ളൊരു മാർഗം അവലംബിക്കുന്നു. ആ കുറ്റകൃത്യങ്ങൾ നടന്ന ലോക്കൽ ഏരിയയിൽ താമസിക്കുന്ന 16 വയസ്സിനും 34 വയസ്സിനും ഇടയിൽ പ്രായമുള്ള എല്ലാ യുവാക്കളോടും സ്റ്റേഷനിലെത്തി DNA ടെസ്റ്റിങ്ങിന് വേണ്ടി ബ്ലഡ് സാമ്പിൾ നൽകാൻ ആവശ്യപ്പെട്ടു. ഈ മാസ് സ്ക്രീനിംഗ് ആയിരുന്നു കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിലെ ആദ്യത്തെ ലാർജ് സ്കെയിൽ DNA ഫിംഗർ പ്രിന്റിംഗ് പരീക്ഷണം. ഈ മാസ് സ്ക്രീനിങ്ങിനിടയ്ക്ക് പോലീസിന് അവിചാരിതമായിട്ട് ഒരു ഭാഗ്യം കയ്യിൽ തടഞ്ഞു. അതുണ്ടാകുന്നത് ഇയാൻ കെല്ലി എന്ന യുവാവ് മദ്യപിച്ച് നടത്തിയ ഒരു വീരവാദത്തെ തുടർന്നാണ്. അതായത് തൻ്റെ സുഹൃത്തായ കോളിൻ പിച്ച്ഫോർക്കിന് പകരം അയാൾക്ക് പണ്ടൊരു ക്രിമിനൽ കേസ് ഉണ്ടായിപ്പോയതിൻ്റെ പേരിൽ ഈ സ്ക്രീനിങ് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി താനൊരു വ്യാജ പാസ്പോർട്ടൊക്കെ ഉണ്ടാക്കി തൻ്റെ DNA സാമ്പിൾ കൊടുത്തു എന്നതായിരുന്നു കെല്ലിയുടെ വാദം. കൺമുന്നിൽ വരുന്ന സ്ത്രീകളോടൊക്കെയും നഗ്നതാ പ്രദർശനം നടത്തുന്ന ഒരു ശീലമുണ്ടായിരുന്നു ഈ കോളിന്. ചുരുങ്ങിയത് 1000 സ്ത്രീകൾക്ക് മുന്നിലെങ്കിലും താൻ തുണിയുരിഞ്ഞ് കാട്ടിയിട്ടുണ്ട് എന്ന് കോളിൻ പിന്നീട് പോലീസിനോട് പറയുന്നുണ്ട്. ഇങ്ങനെ നഗ്നത പ്രദർശിപ്പിക്കാനുള്ള ത്വരയാണ് പിന്നീട് ഈ 2 15-കാരികളെയും തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ച ശേഷം കൊന്നുകളയാൻ ഇയാളെ പ്രേരിപ്പിക്കുന്നത്. എന്തായാലും പോലീസ് തെളിവ് സഹിതം പിടികൂടിയപ്പോൾ കോളിൻ അന്ന് ആ കുറ്റങ്ങൾ 2ഉം ഏറ്റുപറഞ്ഞു. അയാൾക്ക് പിന്നീട് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയും ചെയ്തു. അതോടെ കോളിൻ പിച്ച്കോർക്ക് എന്ന കുറ്റവാളി നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിൽ തന്നെ DNA ഫിംഗർ പ്രിന്റിംഗ് സാങ്കേതിക വിദ്യയുടെ പേരിൽ ജയിലിൽ പോകുന്ന ആദ്യത്തെ കൺവിക്റ്റായി. ഇന്ന് ഏറെ എളുപ്പത്തിൽ എടുത്തു പ്രയോഗിക്കാൻ പറ്റുന്ന ഒന്നായി DNA ഫിംഗർ പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ മാറിക്കഴിഞ്ഞു. കുറ്റകൃത്യങ്ങൾ എളുപ്പത്തിൽ തെളിയിക്കുന്ന കാര്യത്തിൽ അത് ഇന്ന് അന്വേഷകർക്ക് പകർന്നു കൊടുത്തിട്ടുള്ള മേൽക്കൈയും ചെറുതല്ല. ഡോക്ടർ സിദ്ധാർത്ഥ മുഖർജി നിരീക്ഷിക്കുന്നത് പോലെ ദ ജീനോം ഈസ് ദ അൾട്ടിമേറ്റ് വിറ്റ്നസ്, വൺ ദാറ്റ് നെവർ ലൈസ്, നെവർ ഫോർഗെറ്റ്സ് ആൻഡ് നെവർ ലീവ്സ് എ സീൻ. നമ്മുടെ DNA എന്ന് പറയുന്നത് ആത്യന്തികമായിട്ടുള്ള സാക്ഷിയാണ്. അതൊരിക്കലും കളവ് പറയാറില്ല, ഒന്നും മറക്കാറില്ല, ഒരിക്കലും ക്രൈം സീൻ വിട്ട് അത് പോവാറുമില്ല. ഫിംഗർ പ്രിന്റിംഗ്, ടോക്സിക്കോളജി, ബാലിസ്റ്റിക്സ്, DNA മുതൽ ഫോറൻസിക് താനറ്റോളജി വരെ ഫോറൻസിക് സയൻസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുവിധം വിഷയങ്ങളെല്ലാം തന്നെ നമ്മൾ ഇതിനകം കവർ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഈ ഫോറൻസിക് സയൻസിലൂടെയുള്ള യാത്ര തുടങ്ങുന്നത് സ്വന്തം സെനറ്റർമാരുടെ ചതിയിൽ കുത്തേറ്റു മരിച്ച ജൂലിയസ് സീസറുടെ കഥ പറഞ്ഞുകൊണ്ടാണ്. ഇത് അവസാനിപ്പിച്ചത് ഹ്യൂമൻ ജീനോം എന്ന ആത്യന്തിക സാക്ഷിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടും. ഫോറൻസിക്കിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, പറഞ്ഞു പോകുമ്പോൾ അതിലെ അതിസങ്കീർണമായ ജാർഗണുകളുടെ ബഹളത്തിൽ നമ്മൾ ചിലപ്പോൾ അതിൻ്റെ കോണ്ടെക്സ്റ്റ് കൈവിടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒന്ന് സമാധാനത്തോടെ ചിന്തിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്ന സത്യം, ഫോറൻസിക് എന്നാൽ കേവലം ലബോറട്ടറി ടെക്നിക്കുകളുടെ, പ്രൊസീജിയറുകളുടെ ഒരു സമ്മേളനം മാത്രമല്ല. അത് ശരിക്കും ഒരു ഉറപ്പാണ്. നമ്മുടെ നാട്ടിൽ അനുദിനം എന്നവണ്ണം സംഭവിക്കുന്ന കുറ്റകൃത്യങ്ങളുടെ ഇരകൾക്ക് മുന്നിലുള്ള ഒരു ഉറപ്പ്. സംഭവിച്ചത് എന്താണ് എന്ന് നീതിപീഠത്തോട് വിളിച്ചു പറയാൻ അവർ ഉയിരോടെ ഇല്ലെങ്കിൽ പോലും 1000 ദൃക്സാക്ഷികൾ കൂറുമാറിയാലും അവർക്ക് വേണ്ടി വാദിക്കാൻ ഫോറൻസിക് റിപ്പോർട്ടിന്റെ രൂപത്തിൽ ഒരു തെളിവെങ്കിലും അവശേഷിക്കും എന്ന ഉറപ്പ്. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.